best education with Amaze Academy and make your AE Civil SSC JE dreams come true. Download the app now. ഹലോ എവരിവൺ, ഹീറ്റ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നമ്മുടെ കേരള PSCയിൽ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെവൽ അല്ലെങ്കിൽ BTech ലെവൽ എക്സാംസ് മെക്കാനിക്കലിനൊക്കെ ചോദിച്ച ചില ചോദ്യങ്ങളാണ്. ചില ക്വസ്റ്റ്യൻസ് മാത്രം എഞ്ചിനീയറിംഗ് സർവീസ്, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം ഗേറ്റ് ലെവൽ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിവിഷനും കൂടി ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ എ ഗിവൺ ഹീറ്റ് ഫ്ലോ ആൻഡ് ഫോർ ദ സെയിം തിക്നെസ് the temperature drop across the material will be maximum for copper, steel, glass wool, refractory brick. What will be the answer? The answer, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അതൊന്ന് പോസ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു ആൻസർ എഴുതി നോക്കുക, എന്നിട്ട് ഞാൻ പറയുമ്പോൾ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഗിവൺ തിക്നെസ്സിന് വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ ഡ്രോപ്പ്, വിച്ച് മെറ്റീരിയൽ വിൽ ഹാവ് ദ മാക്സിമം ടെമ്പറേച്ചർ ഡ്രോപ്പ്. അപ്പോൾ ഒരു മെറ്റീരിയൽ കൂടെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് സംഭവിക്കുമ്പോൾ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ മെറ്റീരിയൽ അത്ര കണ്ട് നന്നായിട്ട് കണ്ടക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഡ്രോപ്പ് സംഭവിക്കുന്നത്, അല്ലേ? അതായത് ഇതാണ് ഒരു മെറ്റീരിയൽ എന്ന് വിചാരിക്കുക, ഒരു മെറ്റീരിയലാണ്, ഒരു വോളാണെന്ന് വിചാരിക്കുക. ഈ വോളിൻ്റെ ഇവിടെ ഒരു 150 ഡിഗ്രി സെൽഷ്യസ് ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മെറ്റീരിയൽ നോക്കിയപ്പോൾ ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. വേറൊരു മെറ്റീരിയൽ നോക്കിയപ്പോൾ 75 ആണ്. വേറെ മെറ്റീരിയൽ നോക്കിയപ്പോൾ 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത മെറ്റീരിയൽ നോക്കിയപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. അപ്പോൾ ഏത് മെറ്റീരിയലാണ് ഏറ്റവും നന്നായിട്ട് കണ്ടക്ട് ചെയ്തത്? അതായത് 150 നിന്ന് 100-ലെത്തി, അല്ലേ? കാര്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഡ്രോപ്പ് ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ കണ്ടക്ട് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നല്ല ഹീറ്റ് തന്നെ ഇങ്ങോട്ടേക്ക് എത്തി. ദെൻ അനദർ കേസിൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് സംഭവിക്കുകയാണ്. ദെൻ അഗെയിൻ ഉണ്ടോ, വളരെ സ്റ്റീപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ടെമ്പറേച്ചറിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റീപ്പ് വേരിയേഷൻ നമുക്ക് ഫോറിയേഴ്സ് ലോ എന്ന് എഴുതി നോക്കാം. Q is equal to KA into DT by dx. Q equal to KA into DT by dx. അപ്പോൾ നമുക്ക് ഈ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, DT by dx എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ദ DT by dx ഈസ് വാട്ട്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉള്ള ആൾക്ക് മാക്സിമം DT by dx ഉണ്ടായിരിക്കും, മിനിമം വാല്യൂ ഓഫ് K ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ കേസിൽ ഏത് മെറ്റീരിയലിനാണ് ഇവിടെ മിനിമം വാല്യൂ ഓഫ് K ഉള്ളതെന്ന് നോക്കിയാൽ മതി. നമുക്കപ്പോൾ കുറച്ച് മെറ്റീരിയൽസിൻ്റെ Kയുടെ വാല്യൂ നോക്കാം. അപ്പോൾ ഈ കേസിൽ ആൻസർ വരുന്നത് ഗ്ലാസ് വൂൾ എന്ന് പറയുന്ന ആൾക്കാണ്. ഗ്ലാസ് വൂൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻഡസ്ട്രിയിലൊക്കെ ഈ ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഏറ്റവും കൂടുതൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയലാണ് ഈ പറഞ്ഞ ഡയമണ്ട് പോലത്തെ ആൾക്കാർ. ദെൻ സിൽവർ, കോപ്പർ. അപ്പോൾ കോപ്പറിൻ്റെ ഒക്കെ ഏകദേശം 400 വാട്ട് പെർ മീറ്റർ കെൽവിൻ്റെ അടുത്താണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി വരിക. പിന്നെ വേറൊരു മെറ്റീരിയൽ ഏതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? സ്റ്റീലിൻ്റെ ഒക്കെ ഏകദേശം ഒരു 45-50 വാട്ട് പെർ മീറ്റർ കെൽവിൻ. ഇറ്റ് ഡിപ്പെൻസ് ആണല്ലോ, സ്റ്റീലിൻ്റെ തന്നെ വെറൈറ്റി, അതിൽ അലോയിങ് എലമെൻറ്റ്സ് ഒക്കെ വരുന്നതിനനുസരിച്ച് നല്ല വേരിയേഷനൊക്കെ വരും. എന്നാൽ പോലും അത്യാവശ്യം നല്ല ഒരു തെർമൽ കണ്ടക്ടിവിറ്റി സ്റ്റീലിനുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഗ്ലാസ് വൂളിൻ്റെ ഒക്കെ കേസിൽ 0.02 മുതൽ 0.04 വാട്ട് പെർ മീറ്റർ കെൽവിനുള്ളൂ. അപ്പോൾ വളരെ ചെറിയ വാല്യൂ ആണ്. ഇനി റിഫ്രാക്ടറി ബ്രിക്ക് നിങ്ങൾക്കറിയാം, അത് ഈ ഫർണസുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അത് 0.15 വാട്ട് പെർ മീറ്റർ കെൽവിനൊക്കെയാണ് അതിൻ്റെ. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ഹൈ ആണ്, ഈ ഗ്ലാസ് വൂളിനെ അപേക്ഷിച്ച് കുറച്ച് ഹൈ ആണ് റിഫ്രാക്ടറി ബ്രിക്കിനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഗ്ലാസ് വൂൾ എന്ന് പറയുന്നത് ഈ ഒരു പഞ്ഞി പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് അത് ഫർണസിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു പഞ്ഞി പോലെ അതിൽ ഗ്ലാസിൻ്റെ പൗഡർ മിക്സ് ചെയ്ത പോലെയാണ് അതുണ്ടായിരിക്കുക. അപ്പോൾ ധാരാളം പോർസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് തീരെ കണ്ടക്ട് ചെയ്യാത്ത ഒരു മെറ്റീരിയലാണ്. അതാണ് ഗ്ലാസ് വൂളിന് ഈ ഒരു വാല്യൂ വരാനായിട്ട് കാരണം, വളരെ മിനിമം വാല്യൂ വരാനായിട്ട് കാരണം. ദെർഫോർ ദി ആൻസർ ഈസ് വാട്ട്? സി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഡയാതെർമിക് വാൾ പെർമിറ്റ്സ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ. എ ഡയാതെർമിക് വാൾ പെർമിറ്റ്സ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ, ഇതാണ് ചോദ്യം. ഡയാതെർമിക് വാൾ, നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ഒരു ഡയാതെർമിക് വാൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഓൾ 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ദി ആൻസർ ഈസ് ഡയാതെർമിക് വാളിൻ്റെ ആൻസർ എന്താണ്? ഡി ആണ് ആൻസർ വരിക. എ ഡയാതെർമിക് മീൻസ് ദാറ്റ് വിച്ച് പെർമിറ്റ്സ് ഹീറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. ഒരു മെറ്റീരിയൽ കൂടെ അത് ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ, ഹീറ്റ് പാസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡയാതെർമിക്. അത് പെർമിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അഡയാബാറ്റിക് എന്നുള്ള പേര്. അഡയാബാറ്റിക് മീൻസ് ദാറ്റ് വിച്ച് ഡസ് നോട്ട് അലൗ എനി ഹീറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. ഇപ്പോൾ വെൽ ഇൻസുലേറ്റഡ്, പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു അഡയാബാറ്റിക് ബൗണ്ടറി ആയിട്ട് മാറും. അല്ലെങ്കിൽ അത് ഡയാതെർമിക്. നമ്മൾ സാധാരണ കാണുന്ന മിക്കവാറും എക്യുപ്മെൻറ്റ്സ് ഒക്കെ എന്താണ്? ഡയാതെർമിക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പേഴ്സ് യൂസ്ഡ് ഇൻ ഫ്രീ കൺവെക്ഷൻ കാൽക്കുലേഷൻസ് ഓഫ് ഫ്ലൂയിഡ്സ് ആർ. ഫ്രീ കൺവെക്ഷൻ എന്ന് പറയുന്ന ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഗ്രഷോഫ് പ്രാൻഡിൽ, റെയ്നോൾഡ് പ്രാൻഡിൽ, മാക് റെയ്നോൾഡ്സ്, അതുപോലെ തന്നെ മാക് ഗ്രഷോഫ്. ഫ്രീ കൺവെക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷനിൽ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. കാരണം അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബോയൻ ഫോഴ്സാണ് അവിടെ ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, നാച്ചുറൽ ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കാരണം ഒരു നല്ല ഹോട്ടായിട്ടുള്ള ഒരു സർഫസിലേക്ക് എയർ കോണ്ടാക്റ്റ് വരുന്ന സമയത്ത്, ഞാൻ എക്സാമ്പിളായിട്ട് എയർ പറയുന്നത് മാത്രം, എയർ കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ആ കോണ്ടാക്റ്റിംഗ് സർഫസിനോടടുത്തുള്ള എയർ ചൂടാകുകയും അതിൻ്റെ ഡെൻസിറ്റി കുറയുകയും അത് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. അതിലൊരു ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നു. ആ ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് കാരണം കമ്പാരിറ്റീവ്ലി തണുത്ത എയർ അതിന് എക്സേർട്ട് ചെയ്യുന്ന ബോയൻ ഫോഴ്സാണ്. അത് അതിനെ റീപ്ലേസ് ചെയ്ത് താഴേക്ക് വരുന്നു, അത് ചൂടാകുന്നു, അങ്ങനെ നാച്ചുറൽ സർക്കുലേഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ വെലോസിറ്റിക്ക് കാര്യമായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഇല്ല. നമ്മളൊരു ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റെയ്നോൾഡ്സ് നമ്പറൊക്കെ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് ഈ ഒരു കേസിൽ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന നമ്പറാണെന്ന് ഗ്രഷോഫ് നമ്പർ എന്ന് പറയുന്നത്. പ്രാൻഡിൽ നമ്പർ ഈസ് ഓൾസോ വെരി സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഫ്രീ കൺവെക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രാൻഡിൽ നമ്പറും ഗ്രഷോഫ് നമ്പറുമാണ്. അപ്പോൾ ഇതിൽ കോറിലേഷൻസ്, അതായത് നമ്മുടെ എംപെരിക്കൽ റിലേഷൻസ് ഇതിലുണ്ട്. ഈ എംപെരിക്കൽ റിലേഷൻസിൽ വരുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രാൻഡിൽ നമ്പറും ഗ്രഷോഫ് നമ്പറുമാണ്. ദെൻ ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ പ്രാൻഡിൽ നമ്പറും റെയ്നോൾഡ്സ് നമ്പറുമാണ്. ഇപ്പോൾ ഫോഴ്സ്ഡ് കൺവെക്ഷനിലാണ് എന്ത് വരുന്നത്? റെയ്നോൾഡ്സ് നമ്പർ വരുന്നത്. കാരണം അവിടെ വെലോസിറ്റി സിഗ്നിഫിക്കൻ്റ് ആണ്, കമ്പാരിറ്റീവ്ലി നല്ല റെയ്നോൾഡ്സ് നമ്പർ അതിലുണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the peak wavelength radiation emitted by a black body at a temperature of 2000 Kelvin is 1.45 meter. This is actually micrometer. What is the, if the peak wavelength of the emitted radiation changes to 2.9 micrometer, then the temperature of the black body is. ഇതാണ് ചോദ്യം. മൈക്രോമീറ്റർ ആണല്ലോ. മൈക്രോമീറ്റർ വേവ് ലെങ്ത്തിലൊക്കെയാണ് സാധാരണ വരിക, 2000 കെൽവിനിൽ. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? പീക്ക് വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഏത് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഏത് വേവ് ലെങ്ത്തിലാണോ മാക്സിമം എമിസീവ് പവർ അതിന് കിട്ടുന്നത്, ദാറ്റ് ഈസ് ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ദാറ്റ് പീക്ക് എമിസീവ് പവർ. അപ്പോൾ അതാണ് പീക്ക് വേവ് ലെങ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ഗിവൺ ടെമ്പറേച്ചർ 2000 കെൽവിനിൽ 1.45 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ആണ് അതിന് പീക്ക് വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ എത്ര ടെമ്പറേച്ചറിലായിരിക്കും 2.9 മൈക്രോമീറ്റർ വരിക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 1.45 നേരെ ഇരട്ടിയാണ് 2.9. അപ്പോൾ എന്താണ് ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചറും ഈ പീക്ക് വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ തരുന്ന ലോ ഏതാണെന്ന് ആലോചിക്കുക. അതിന് നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. വാട്ട് വിൽ ബി ദ ലോ? ദാറ്റ് ലോ ഈസ് നത്തിങ് ബട്ട് ദ വിയൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. അപ്പോൾ വിയൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്താ പറയുന്നത്? മാക്സിമം വേവ് ലെങ്ത് ഇൻറ്റു ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് പറയുന്നത് അല്ലേ. ദറ്റ് ഇവിടെ പീക്ക് വേവ് ലെങ്ത് ആണ്, ലാംഡ മാക്സ് ഇൻറ്റു ടി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ മാക്സിമം എമിസീവ് പവർ വരുന്ന വേവ് ലെങ്ത് ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ കറസ്പോണ്ടിങ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ വിൽ ബി ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. നിങ്ങൾ ആ ഗ്രാഫൊക്കെ വരച്ചത് ഓർമ്മയുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ആ ഗ്രാഫ് വരിക. അങ്ങനെ ഒരു വാല്യൂ ആണ് വരിക. അതായത് ആ പീക്ക് വേവ് ലെങ്ത് ലെഫ്റ്റിലേക്ക് ഷോർട്ടർ വേവ് ലെങ്ത് റീജിയനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാം. ഇതൊക്കെ ഓരോ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ, അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? ലാംഡ മാക്സ് 1 ബൈ ലാംഡ മാക്സ് 2 ഈസ് ഈക്വൽ ടു വാട്ട്? T2 by T1. What is lambda max 1? That is 1.45. What is lambda max 2? That is 2.9. That is equal to what? T2. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടെമ്പറേച്ചർ divided by T1 is 2000. What will be the answer? T2 will be equal to what? 2000 divided by 2, which is equal to 1000 Kelvin. അപ്പോൾ നിങ്ങൾ സിംപ്ലി ഇങ്ങനെ ആലോചിച്ചാൽ മതി. രണ്ടും ഇൻവേഴ്സ് റിലേഷനിലാണെന്ന് അറിയാം.
അപ്പോൾ ഇൻവേഴ്സ് റിലേഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ വേവ് ലെങ്ത് ഇരട്ടിയാകണമെങ്കിൽ ടെമ്പറേച്ചർ എന്താകണം? അപ്പോൾ പകുതിയാകണം. ടെമ്പറേച്ചർ ഷുഡ് ബി ഹാഫ്ഡ്, ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് 1000 കെൽവിൻ. ബി ആണ് അതിൻ്റെ ആൻസർ വരിക. 1000 കെൽവിൻ ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the temperature of a body is increased by 50%, the amount of radiation emitted by it would increase by nearly. ഒരു ബോഡി എമിറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ, റേഡിയേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ 50% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിയർലി എത്ര അതിൻ്റെ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. 50%, 100, 200, 300%. അപ്പോൾ ഇത് ഏത് ലോ ആയിരിക്കും ഉപയോഗിക്കുക? നമുക്ക് സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഇത് കാണാൻ പറ്റും അല്ലേ? അതായത് എമൗണ്ട് ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ഈസ് പ്രപ്പോർഷണൽ ടു 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഈ ഒരു ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കാണാം. യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് ഡി. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കൂ. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ 50% കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ടി ആണെങ്കിൽ അതിന് ശേഷമുള്ള ടെമ്പറേച്ചർ അപ്പോൾ എത്രയായിട്ട് മാറും? 50% കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിട്ട് മാറും? 1.5 ടൈംസ് ടി ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന എമിസീവ് പവർ, എമൗണ്ട് ഓഫ് റേഡിയേഷൻ E1 ഈസ് പ്രപ്പോർഷണൽ ടു വാട്ട്? T⁴ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ എമിസീവ് പവർ എത്ര പ്രപ്പോർഷനായി? 1.5 T all to the power 4 പ്രപ്പോർഷനായി. അപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ T⁴ ക്യാൻസൽ ചെയ്യാം. സിംപ്ലി എന്താ വരുന്നത്? 1/1.5 to the power 4. ഈ 1.5 to the power 4 എന്ന് പറയുന്നത് ഏകദേശം 5.06 അടുത്താണ് വരിക. 5.06 അടുത്താണ് അതിൻ്റെ വാല്യൂ വരിക. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് E2 എന്നുള്ളത് എന്ത് കിട്ടുന്നു? E2 ഈസ് നത്തിങ് ബട്ട് 5.06 ടൈംസ് E1. 5.06 ടൈംസ് E1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താ? പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലേ? ദാറ്റ് ഈസ് E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ E1 ഇൻറ്റു 100%. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് E1 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉള്ളത്? 5.06 മൈനസ് 1 ഇൻറ്റു 100% എന്ന് വരും, വിച്ച് ഈസ് അറൗണ്ട് 400%. ആക്ച്വലി 406% എന്നാണ് വരിക. നിയർലി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? 400. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി വരുന്നത് ഈ 1.5ൻ്റെ 4th പവർ എടുക്കുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ് ഏകദേശം വരിക. ഈ 1.5 എന്ന് വെച്ചാൽ 3/2 ആണെന്നറിയാം. 3/2ൻ്റെ 4th പവർ എടുക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ എത്ര വരും? 81 ഡിവൈഡഡ് ബൈ 16 വരും. 81 ഡിവൈഡഡ് ബൈ 16, അത് അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതാണ് നമുക്ക് ഏകദേശം 5ൻ്റെ അടുത്ത് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. The ratio of heat transfer by convection to that of conduction is called. ഈ ചോദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. റേഷ്യോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഇത് നമ്മൾ ഓൾറെഡി പോളി ലെക്ചറർ എക്സാമിന് മെക്കാനിക്കലിൻ്റെ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. റേഷ്യോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ ടു ദാറ്റ് ഓഫ് കണ്ടക്ഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡൻ നമ്പർ, നസൽറ്റ് നമ്പർ, ബയോട്ട് നമ്പർ, പെക്ലെറ്റ് നമ്പർ. പെക്ലെറ്റ് നമ്പർ എന്നുള്ളത് നമുക്ക് നേരിട്ട് ഒഴിവാക്കാൻ, മാസ് ട്രാൻസ്ഫറും ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉള്ള ഒരു ചോദ്യമാണ് പെക്ലെറ്റ് നമ്പർ. ഹീറ്റ് ട്രാൻസ്ഫറിലുണ്ട് പെക്ലെറ്റ് നമ്പർ, പക്ഷേ നമുക്ക് അത് തൽക്കാലം അവോയ്ഡ് ചെയ്യാം. ഈ 2 നമ്പറാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം രണ്ടിൻ്റെയും ഡെഫിനിഷൻ പ്രകാരം ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. ചെറിയൊരു വേരിയേഷനാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്പെഷ്യൽ വീഡിയോസ് ആയിട്ട് നമുക്ക് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഡയമെൻഷൻലെസ് നമ്പേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ ഭാഗം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് കാണാം. അപ്പോൾ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്ന 2 ഭാഗമാണ് ഞാനിവിടെ കാണിക്കുന്നതിൻ്റെ ആൻസറായിട്ട് നോക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് വരിക നസൽറ്റ് നമ്പറാണ്. ചെറിയൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് ഈ എക്സ്പ്ലനേഷൻ പറഞ്ഞതിന് ശേഷം പറയാം. വാട്ട് ഈസ് നസൽറ്റ് നമ്പർ? റേഷ്യോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ബൈ കൺവെക്ഷൻ ടു ദ അണ്ടർ യൂണിറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ടു ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ബൈ കണ്ടക്ഷൻ അണ്ടർ ദ യൂണിറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ത്രൂ എ തിക്നെസ് ഓഫ് എൽ ഓർ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എൽ. ഇതാണ് നസൽറ്റ് നമ്പർ. സിംപ്ലി പറയുകയാണെങ്കിൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ബൈ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ഫ്ലൂയിഡ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണിത് പറയുന്നത്. അല്ലാതെ ഒരു സോളിഡ് ബോഡിയെ പറ്റി യാതൊരു കാര്യം ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ ഈ ഇക്വേഷൻ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ H/K/L ഓർ HL/K ആണ് വരിക. ഇതിൽ H എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആണ്, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. L ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്. K എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ് വരിക. കണ്ടക്ടിവിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. നൗ മറ്റൊരു രീതിയിൽ ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ
മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദ തെർമൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ടു ദ തെർമൽ കൺവെക്ഷൻ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ ടേംസിലാണ് ഞാൻ പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ബൈ കൺവെക്ഷൻ റെസിസ്റ്റൻസ് ആണ് വരിക. കാരണം Q എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു തെർമൽ റെസിസ്റ്റൻസ്. അപ്പോൾ Q കൺവെക്ഷൻ ബൈ Q കണ്ടക്ഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? R കണ്ടക്ഷൻ ബൈ R കൺവെക്ഷൻ ആയിട്ടാണ് വരിക. R കൺവെക്ഷൻ ആയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻവേഴ്സ് റേഷ്യോയിലായിരിക്കും അതിൻ്റെ ഡെഫിനേഷൻ വരിക. നൗ what is the difference between Nusselt number and Biot number? Biot number is again internal conduction resistance to the body of the body to the external convection resistance. നമ്മൾ നേരത്തെ റെസിസ്റ്റൻസിൻ്റെ ടേംസിൽ എങ്ങനെയാണ് Nusselt നമ്പർ ചെയ്തത്? തെർമൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ദ തെർമൽ കൺവെക്ഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ സെയിം ഫ്ലൂയിഡ്. അപ്പോൾ അവിടെ ഫ്ലൂയിഡിൻ്റെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഇവിടെ പറയുന്നത് ഒരു ബോഡിയുടെ സോളിഡ് ബോഡിയുടെ കണ്ടക്ഷൻ റെസിസ്റ്റൻസും അതിന് ചേർന്നുള്ള ഫ്ലൂയിഡ് ലെയറിൻ്റെ കൺവെക്ഷൻ റെസിസ്റ്റൻസുമാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അതാണ് ബയോട്ട് നമ്പർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ഫോർമുല വൈസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ സെയിം ഫോർമുല തന്നെ കിട്ടും. പക്ഷേ ഇവിടെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ സോളിഡ് ബോഡിയാണ് ഇവിടെ കെ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇറ്റ് ഈസ് ദ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ ബോഡി ബൈ കൺവെക്ഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ ഫ്ലൂയിഡ് അറ്റ് ദ സർഫസ് ഓഫ് ദ ബോഡി. ഓർ വി ക്യാൻ സേ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് ദ സർഫസ് ഓഫ് ദ ബോഡി ബൈ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ദ ബോഡി. നേരത്തെ ഒരു ഫ്ലൂയിഡ് ലെയറിലുള്ള കണ്ടക്ഷനാണ് നമ്മൾ പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, സോളിഡിലെ കണ്ടക്ഷൻ. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയല്ലേ വരുന്നത്. ദാറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ ടു ദാറ്റ് ഓഫ് കണ്ടക്ഷൻ. പക്ഷേ നമുക്കിവിടെ കൃത്യമായിട്ടൊരു അവർ ഫ്ലൂയിഡ് ആണോ സോളിഡ് ആണോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ആൻസർ കൊടുക്കേണ്ടത് നസൽറ്റ് നമ്പറാണ് അവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കാം. അത് ചെറിയൊരു കൺഫ്യൂഷൻ ആ ക്വസ്റ്റ്യനിലുണ്ട്. സ്റ്റാൻഡേർഡ് നമ്പർ ഈസ് നത്തിങ് ബട്ട് NU ബൈ REPR. നസൽറ്റ് നമ്പർ ബൈ റെയ്നോൾഡ്സ് നമ്പർ ഇൻറ്റു പ്രാൻഡൽ നമ്പറാണ് സ്റ്റാൻഡേർഡ് നമ്പർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ് ടു ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ദ ഹീറ്റ് ഫ്ലോ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്ന്. അപ് ടു ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ വാട്ട് ഹാപ്പൻസ് ടു ദ ഹീറ്റ് ഫ്ലോ? ഡിക്രീസസ്, ഇൻക്രീസസ്, ഹീറ്റ് ഫ്ലക്സ് ഡിക്രീസസ്, കൺവെക്ഷൻ ഹീറ്റ് ലോസ് ഈസ് ലെസ് ദാൻ കണ്ടക്ഷൻ ഹീറ്റ് ലോസ്. ക്രിട്ടിക്കൽ ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? ഒരു സോളിഡ് ബോഡിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഒരു സോളിഡ് ബോഡിയുടെ സർഫസിൽ നമ്മളൊരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാണ്. ഇൻസുലേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കുറയ്ക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പക്ഷേ നമുക്ക് കണ്ടക്ഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തിക്നെസ്, വാട്ട് എവർ തിക്നെസ് of the insulation divided by K into area, and whatever convection resistance എന്ന് പറയുന്നത് 1 divided by HA. അപ്പോൾ ഇവിടെ ഈ ഇൻസുലേഷൻ ഞാനിങ്ങനെ ആഡ് ചെയ്ത് പോകും തോറും കണ്ടക്ഷൻ റെസിസ്റ്റൻസ് കൂടുകയും കൺവെക്ഷൻ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്തു. ഓപ്പോസിറ്റ് നേച്ചറാണ് ഈ രണ്ട് റെസിസ്റ്റൻസുകൾക്കുള്ളത്. കാരണം കൺവെക്ഷൻ നടക്കുന്നത് ഈ ഔട്ടർ സർഫസിൽ നിന്ന് വെളിയിലേക്കാണ്. അപ്പോൾ ഞാൻ കൂടുതൽ റേഡിയസ് വരുന്തോറും അതിൻ്റെ ഔട്ടർ സർക്കംഫറൻസ് കൂടുന്നു, ഔട്ടർ സർഫസ് ഏരിയ ഇൻക്രീസസ്. അതുകൊണ്ട് കൺവെക്ഷൻ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്, കാരണം ഏരിയ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. പക്ഷേ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ത്രൂ ദ മെറ്റീരിയലാണ്. അപ്പോൾ അതിന് കൂടുതൽ മെറ്റീരിയലിനെ ഓവർകം ചെയ്തിട്ട് വേണം അങ്ങോട്ട് എത്താനായിട്ട്. ദെയർഫോർ ഈച്ച് റേഡിയസ്, ഞാൻ ഓരോ റേഡിയസ് അങ്ങോട്ട് പുറത്തേക്ക് പോകും തോറും റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ഏരിയ ഇൻക്രീസസ്. ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് അതിനനുസരിച്ച് ഡ്യൂ ടു ദ തിക്നെസ് ഇൻക്രീസസ്, ആ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടക്ഷൻ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പോസിറ്റ് നേച്ചർ കാരണം നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസിൽ ഈ ഒരു മാറ്റം കാണാനായിട്ട് പറ്റും. ഞാൻ ഇപ്പോൾ റെസിസ്റ്റൻസ് തിക്നെസ്സും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റേഡിയസും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, കൺവെക്ഷൻ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്ത് വരും, കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് വരും. There is certain value at which this total resistance becomes minimum. ഈ രണ്ട് ഗ്രാഫുകൾ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം, ക്രിട്ടിക്കൽ റേഡിയസിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. ക്രിട്ടിക്കൽ റേഡിയസിൽ റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് ബിക്കംസ് മിനിമം. ടോട്ടൽ റെസിസ്റ്റൻസ് ടു ഹീറ്റ് ട്രാൻസ്ഫർ ബിക്കംസ് മിനിമം. റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെ ഹീറ്റ് ഫ്ലോ എന്നാണ് മാക്സിമം. റെസിസ്റ്റൻസ് മിനിമം ആണെങ്കിൽ ഹീറ്റ് ഫ്ലോ ബിക്കംസ് മാക്സിമം.
അപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് പീക്കിൽ നിൽക്കുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലുള്ള ഭാഗം എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് നോക്കാം. നോക്കൂ, ഇപ്പോൾ ഇവിടെ ഒരു സർട്ടൺ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ വാട്ട് എവർ ഒബ്ജക്റ്റ്, അതിൽ കൂടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണ് റേഡിയലി. ഇന്നർ റേഡിയസ് ഈസ് R1, ഔട്ടർ റേഡിയസ് ഈസ് R2. അതിൽ കൂടെ റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടൊരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റും റേഡിയസും തമ്മിലൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. എന്താ സംഭവിക്കുന്നത്, ഇനീഷ്യലി വളരെ കുറവാണ്, ഗ്രാജുവലി ആ റേഡിയസ് കൂടുന്തോറും അത് ഇൻക്രീസ് ഒരു പീക്ക് വാല്യൂ എത്തുന്നു. ദാറ്റ് പീക്ക് വാല്യൂവിന് ശേഷം വീണ്ടും അത് ഡിക്രീസ് ചെയ്ത് ഒരു മിനിമത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ പീക്ക് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസിനെ നമുക്ക് എന്ത് വിളിക്കാം, ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് വിളിക്കാം. റെസിസ്റ്റൻസിൻ്റെ ടേംസ് പറയുമ്പോൾ എങ്ങനെ പറയണം, മിനിമം റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ പറയാം. ഇതാണ് ബേസിക്കലി അവിടെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, അപ് ടു ദ ക്രിട്ടിക്കൽ റേഡിയസ്, അതായത് ക്രിട്ടിക്കൽ റേഡിയസ് എത്തിയിട്ടില്ല, ഈ ഒരു റീജനെ പറ്റിയാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ് ടു ദ ക്രിട്ടിക്കൽ റേഡിയസ്, ഞാൻ റേഡിയസ് കൂട്ടി വരും തോറും എന്താ സംഭവിക്കുന്നത്, ദാറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇൻക്രീസസ്. Therefore the answer is what, heat flow rate increases. B is the answer. Next question, with the rise in temperature the thermal conductivity of solid metals increase, decrease, remains the same, none of this. അപ്പോൾ ഓരോ മെറ്റീരിയലിനും, അതായത് സോളിഡ് ലിക്വിഡ് ഗ്യാസിലെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ആൻസർ എന്തായിരിക്കും വരിക എന്നുള്ളത് നോക്കാം. ആൻസർ ഈസ് ബി. അപ്പോൾ നമുക്ക് 4 കേസുകൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കാം. ഗ്യാസസിൻ്റെ കേസിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കാരണം കൂടുതൽ കൊളീഷൻ, ഗ്യാസിൽ കണ്ടക്ഷൻ നടക്കുന്നത് തന്നെ കൊളീഷൻസ് വഴിയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഗ്യാസിൻ്റെ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടുകയും കൊളീഷൻസ് കൂടുകയും അതുവഴി കൂടുതൽ ഹീറ്റ് ഇതിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്. ലിക്വിഡ്സിൻ്റെ കേസിൽ ഏകദേശം ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അതിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മോളിക്യൂൾസ് അടുത്തടുത്താണ്. അപ്പോൾ ഈ വൈബ്രേഷൻ വഴി ഉള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ലിക്വിഡ്സിൻ്റെ കേസിൽ മോസ്റ്റ്ലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, എക്സെപ്റ്റ് വാട്ടറിൻ്റെ കേസ് ഒരു സ്പെഷ്യൽ കേസാണ്. ഡ്യൂ ടു ദിസ് വാട്ടറിൻ്റെ കേസിലുള്ള അയോണിക് ബോണ്ടിങ് കാരണമാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ലിക്വിഡ്സിൻ്റെ കേസിൽ തെർമൽ കണ്ടക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. വാട്ടറിൻ്റെ കേസിൽ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. നൗ സോളിഡ് മെറ്റൽസിൻ്റെ കേസിൽ 2 തരത്തിലാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ഒന്ന്, ആ മെറ്റൽസ് നിർമ്മിച്ചിരിക്കുന്ന ലാറ്റിസിൻ്റെ വൈബ്രേഷൻ കാരണം ഓരോ ക്യൂബിക് സെൽസുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വൈബ്രേഷൻ അടുത്ത ആൾക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇനി കൂടുതൽ ഹോട്ടാവുന്ന ഭാഗത്ത് കൂടുതൽ ഈ പറഞ്ഞ ഡാൻസിങ് അല്ലെങ്കിൽ വൈബ്രേഷൻ നടക്കുകയാണ്. കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആളെ അടുത്ത ആളെ പിടിച്ച് തള്ളുന്നു അല്ലേ. ഇപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങളൊരു പാർട്ടിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വരിയിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ അടുത്ത ആൾ നല്ലപോലെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തുള്ളൽ കിട്ടും അല്ലേ, തള്ളലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. ആ ഒരു ട്രാൻസ്ഫറാണ് ഇതിൽ നടക്കുന്നത്, സോളിഡ്സിൽ നടക്കുന്നത്. പക്ഷേ അതേസമയം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മറ്റൊരു ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോനെയാണ് നമ്മൾ കറണ്ട് എന്ന് തന്നെ വിളിക്കുന്നത്. പക്ഷേ ഈ ഫ്രീ ഇലക്ട്രോൺസ് അത് മൂവ് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ പാസേജിനൊപ്പം കുറച്ച് ഹീറ്റ് എനർജി കൂടെ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹയർ ടെമ്പറേച്ചറുള്ള നല്ല ഹോട്ടായിരിക്കുന്ന ഭാഗത്തെ ഫ്രീ ഇലക്ട്രോൺസ് അതിനോടൊപ്പം മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് പാസ് ചെയ്യുമ്പോൾ ആ തെർമൽ എനർജി കൂടെ ക്യാരി ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. പക്ഷേ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ വൈബ്രേഷനൊക്കെ കൂടും. വൈബ്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഫ്ലോയ്ക്കുള്ള ഒരു തടസ്സം അനുഭവപ്പെടും. അതുപോലെ തന്നെ ദർ ഈസ് എ സർട്ടൺ ലിമിറ്റ് അപ് ടു വിച്ച് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. അടുത്ത ആൾ നല്ലപോലെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രണ്ടുപേരും ഒരു ഓപ്പോസിറ്റ് വൈബ്രേഷൻ പോലെയാണ്. അപ്പോൾ വൈബ്രേഷൻ ഒരു ഹിൻഡ്രൻസ്, ഒരു തടസ്സം അനുഭവപ്പെടുന്നു ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഈ എനർജി കൂടുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ഈ പറഞ്ഞ ഡിക്രീസ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് 4 കേസും വന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഗ്യാസിൻ്റെ കേസിൽ, അപ്പോൾ ഗ്യാസും സോളിഡ്സുമാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടത്. ഗ്യാസിൻ്റെ കേസിൽ അത് ഇൻക്രീസ് ചെയ്യുകയും സോളിഡ്സിൻ്റെ കേസിൽ അത് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൻ എഫിഷ്യൻസി ഈസ് ഡിഫൈൻഡ് ആസ്. ഈ ഫിൻസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സർഫസസ് എന്ന് പറയുന്ന ഭാഗം നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരുന്നു.
അതിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്, ഡിഫറെൻറ്റ് കേസസ്, അതിൻ്റെ ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ 2 ടേമുകൾ ഫിന്നിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടുണ്ട്. ഫിൻ എഫിഷ്യൻസി ആൻഡ് ഫിൻ ഇഫക്റ്റീവ്നെസ് രണ്ടും കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഫിൻ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ഐഡിയൽ ഹീറ്റ് ട്രാൻസ്ഫർ, ഐഡിയൽ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഫ്രം ദ ഫിൻ ബൈ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വിത്തൗട്ട് ഫിൻ, ഓൾ ഓഫ് ദി എബോവ്. ഇതൊക്കെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി എബോവ് എന്നുള്ള ആൻസർ നമുക്ക് നേരിട്ട് അല്ല എന്ന് പറയാം. ഈ തന്നിരിക്കുന്നതിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ദി ആൻസർ ഈസ് എ. അപ്പോൾ 2 ടേമുകൾ നമുക്ക് തൽക്കാലം ഫിൻ എഫിഷ്യൻസി നോക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫിൻ എഫിഷ്യൻസി തന്നെയാണ്. ഇഫക്റ്റീവ്നെസ്സിൻ്റെ ഡെഫിനേഷനും ചോദിക്കാറുണ്ട്. മറ്റൊരു ഇക്വേഷനിൽ നമുക്ക് കാണാം, മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. വാട്ട് ഈസ് ഫിൻ എഫിഷ്യൻസി? ഫിൻ എഫിഷ്യൻസി നമ്മൾ വിളിക്കുന്നത് ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഫിൻ ബൈ ഐഡിയൽ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഫിൻ ഇഫ് ദ എൻറ്റയർ ഫിൻ വെയർ അറ്റ് ദ ബേസ് ടെമ്പറേച്ചർ. എന്താണ് അതിൻ്റെ മീനിങ് നോക്കാം. ഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള സർഫസിനെയാണ് നമ്മൾ ഫിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബേസ് എന്ന് വിളിക്കുന്നത്. ഫിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ ബേസ് എന്ന് വിളിക്കുന്നത്. ബേസിൻ്റെ ടെമ്പറേച്ചർ TB ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ബേസ് ടെമ്പറേച്ചറാണ് ജനറലി ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ. കാരണം ഇവിടെയാണ് സോഴ്സ് ഇരിക്കുന്നത്. സോഴ്സ് ഓഫ് ഹീറ്റ് ഇരിക്കുന്നത് ഈ ഭാഗത്താണ് അല്ലേ? ആ ഒരു ഭാഗത്തു നിന്നുള്ള ഹീറ്റിനെ പെട്ടെന്ന് ക്യാരി ചെയ്ത് പുറത്തേക്ക് കളയാനാണ് നമ്മൾ ഫിന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫിന്ന് അറ്റ്മോസ്ഫിയറിക് എയറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയത്തിലേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പോൾ സാധാരണയായിട്ട് ആ മീഡിയത്തിൻ്റെ ടെമ്പറേച്ചർ ഞാൻ T ഇൻഫിനിറ്റി ഈസ് മച്ച് ലെസ് ദാൻ ദ ബേസ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ബേസിലാണ് ഇപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിലേക്കൂടെ ഹീറ്റ് പോകുന്ന ഒപ്പം തന്നെ ഇതിൽ കൂടെ കൺവെക്ഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് ഈ സർഫസിൽ കൂടെ. അപ്പോൾ കൂടുതൽ ഹീറ്റ് ഇതിൽ കൂടെ അങ്ങനെ പോകും തോറും ഈ അറ്റത്തേക്ക്, ഈ ടിപ്പിലേക്ക് എത്തുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. ഓൾറെഡി കുറേ ഹീറ്റ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു ടിപ്പിലെത്തുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ ഈ ടിപ്പിലേക്ക് എത്തുമ്പോൾ ടിപ്പ് ടെമ്പറേച്ചർ വിൽ ബി ഓൾസോ വെരി ലെസ് ദാൻ ദ ബേസ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ്, അതായത് ഈ ഒരു മീഡിയത്തിലേക്കാണ് ഈ കംപ്ലീറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഈ ഫിന്നും ഈ മീഡിയവും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്, ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എന്തിന് കാരണമാകുന്നത്? ഒരു ഹീറ്റ് ട്രാൻസ്ഫറിന് കാരണമാകുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രത്തോളം മാക്സിമം ആണോ അത്രത്തോളം തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആയിരിക്കും. അപ്പോൾ എവിടെയാണ് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് മാക്സിമം? ഈ ഫിന്നിൽ മാക്സിമം ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഈ ഫ്ലൂയിഡ് ടെമ്പറേച്ചറും അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കില്ലേ മാക്സിമം ടെമ്പറേച്ചർ ഡിഫറൻസ്. ദാറ്റ് ഈസ് TB മൈനസ് T ഇൻഫിനിറ്റി ഈസ് ദ മാക്സിമം ടെമ്പറേച്ചർ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫറും എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ ഈ ബേസിൽ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫറാണ് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ഫിന്ന് അസ്യൂം ചെയ്യാണ്. ദിസ് ഫിൻ ഈസ് ഹാവിങ് ത്രൂ ഔട്ട് അതിൻ്റെ ടെമ്പറേച്ചർ എന്തായിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ്? ബേസ് ടെമ്പറേച്ചറിലാണെന്നുള്ള ഒരു ഐസോതെർമലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഫിന്നായിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ എൻറ്റയർ സർഫസിൽ നിന്ന് മാക്സിമം ഹീറ്റ് ഫ്ലോ എനിക്ക് പെർമിറ്റ് ചെയ്തൂടെ? എൻറ്റയർ സർഫസിൽ നിന്ന് മാക്സിമം ഹീറ്റ് ഫ്ലോ എനിക്ക് പെർമിറ്റ് ചെയ്യാം. Therefore, this heat transfer will be the maximum heat transfer or ideal കേസിലെ ഹീറ്റ് ട്രാൻസ്ഫർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ഐഡിയൽ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഒരു ഫിന്നിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന തിയററ്റിക്കലി മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. അതാണ് ഈ ഡിനോമിനേറ്ററിലുള്ള ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഐഡിയൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഫ്രം ദ ഫിൻ ഇഫ് ദി എൻറ്റയർ ഫിൻ വെയർ അറ്റ് ദ ബേസ് ടെമ്പറേച്ചർ. പക്ഷേ ആക്ച്വൽ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഫിന്നിൻ്റെ ലെങ്ത്തിലേക്ക് പോകും തോറും അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു. കാരണം മോർ ആൻഡ് മോർ ഹീറ്റ് ഈസ് ഗെറ്റിംഗ് ഡിസിപ്പേറ്റഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഗ്രാജുവലി ഇങ്ങോട്ടേക്ക് വരും തോറും എന്ത് സംഭവിക്കുകയാണ്? കുറഞ്ഞു വരികയാണ് ചെയ്യുക. ആ ഫിന്നിൻ്റെ ലെങ്ത്തിലേക്ക് പോകും തോറും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഈ 2 ടേംസിൻ്റെ റേഷ്യോ ആണെന്ത്? ഫിൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ എഫിഷ്യൻസി നമുക്ക് 2 കേസുകളാണ് ജനറലി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ലോങ് ഫിൻ, ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ ആണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/A √HP/KA. എന്താ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. P എന്ന് പറയുന്നത് ഫിന്നിൻ്റെ ക്രോസ് സെക്ഷൻ്റെ പെരിമീറ്റർ ആണെന്ത്? ഫിന്ന് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷനിൽ വരാം, സർക്കുലർ വരാം, റെക്റ്റാങ്കിൾ വരാം, അങ്ങനെ പല ഷേപ്പിൽ വരാം. അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ പെരിമീറ്റർ ആണ് P. A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ,
കെ എന്ന് പറയുന്നത് ഫിൻ മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി. അതാണ് എ എന്ന് പറയുന്ന റേഷ്യോ. ദെൻ ഇൻസുലേറ്റഡ് ടിപ്പാണെങ്കിൽ ടാൻ എച്ച് എൽ ബൈ എൽ, ടാൻ എച്ച് എൽ ബൈ എൽ ഇതാണ് വരിക. അപ്പോൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഓഫ് എ എൽ ഡിവൈഡഡ് ബൈ എൽ, ദറ്റ് ഈസ് കോൾഡ് വാട്ട്, ഇൻസുലേറ്റഡ് ടിപ്പ്. അതായത് ഫിന്നിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇൻസുലേഷൻ കൊടുത്തിരിക്കുക, അവിടെ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും പെർമിറ്റ് ചെയ്യുന്നില്ല. അതാണ് ഇൻസുലേറ്റഡ് ടിപ്പ് കണ്ടീഷൻ. ഇതാണ് രണ്ട് സ്പെഷ്യൽ കേസുകളായിട്ട് നമുക്ക് ഫിന്നിൽ പഠിക്കാനുള്ളത്. ആ രണ്ട് കേസിൻ്റെയും എഫിഷ്യൻസിയുടെ ഇക്വേഷന് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഈ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് അപ്രോക്സിമേറ്റ്ലി. കോപ്പറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ ചോദിച്ചിട്ടുണ്ട് 38, 9, 398, 3285. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടത് ഡയമണ്ടിനാണ്. ഡയമണ്ടിന് തന്നെ 2300 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇതെന്തായാലും ഇല്ല. പിന്നെ ഏകദേശം ഒരു റേഞ്ച് അറിഞ്ഞിരിക്കുക, എന്തായാലും ഒരു ഹൺഡ്രഡ്സിൻ്റെ റേഞ്ചിലായിരിക്കും ഈ മെറ്റൽസിൻ്റെ ഒക്കെ. ഹൺഡ്രഡ്സ് എന്ന് വെച്ചാൽ 200, 300, 400 അങ്ങനെയുള്ള ഒരു റേഞ്ചിലായിരിക്കും എന്ത് ഈ പ്യുവർ മെറ്റൽസിൻ്റെ ഒക്കെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻഡ് ദി ആൻസർ ഈസ് അറൗണ്ട് വാട്ട് 398 വാട്ട് പെർ മീറ്റർ കെൽവിൻ. നമ്മൾ നേരത്തെ കണ്ട ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ഈ ടേബിളിൽ ഒരു എക്സാക്റ്റ് വാല്യൂ കൊടുത്തിരിക്കുന്നത് 401 എന്നാണ്. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം വാല്യൂസ്. അപ്പോൾ അറൗണ്ട് വാട്ട് നിയർലി 400 ആണ് കോപ്പറിൻ്റെ. അപ്പോൾ ചില കേസുകളിൽ നമ്മളോട് ചോദിക്കുക 3 or 4 ഈ പ്യുവർ മെറ്റൽസ് തന്നിട്ട് അതിന് ഇൻക്രീസിങ് ഓർഡറിൽ കെ എഴുതുക അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ കെ എഴുതാനൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആൾക്കാരുടെ അറിഞ്ഞിരിക്കുക. സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം, അയൺ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ വാല്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീ കൺവെക്ഷൻ ഹീറ്റ് ഫ്ലോ ഡിപ്പെൻഡ്സ് ഓൺ ഓൾ ഓഫ് ദി ഫോളോയിങ് എക്സെപ്റ്റ്. താഴെ പറയുന്നതിൽ ഏത് പാരാമീറ്ററിനെയാണ് ഫ്രീ കൺവെക്ഷൻ എന്ന് പറയുന്ന ഹീറ്റ് ഫ്ലോ ഡിപ്പെൻഡ് ചെയ്യാത്തത്? ഫ്രീ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദ്യം. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, വെലോസിറ്റി, ഡെൻസിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഞാൻ മുന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ കൺവെക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുന്നത് ബോയൻ ഫോഴ്സിൻ്റെ സഹായത്തിൽ നടക്കുന്നതാണ് അല്ലേ. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഡെൻസിറ്റി വേരിയേഷൻ മൂലം ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ബോയൻ ഫോഴ്സ്. ആ ബോയൻ ഫോഴ്സ് ആണ് അവിടെ നാച്ചുറൽ സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സച്ച് എ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കോൾഡ് വാട്ട്, ഫ്രീ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഈ ഫ്രീ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിലെ ബോയൻ ഫോഴ്സ്, അപ്പോൾ അവിടെ നോക്കൂ, ഞാൻ പറഞ്ഞിരുന്നു അവിടെ വെലോസിറ്റിക്ക് കാര്യമായിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് ഇല്ല. കാരണം വളരെ ലോ വെലോസിറ്റിയിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. വെലോസിറ്റി അല്ല അവിടെ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ അതർ പാരാമീറ്റേഴ്സ് സച്ച് ആസ് വിസ്കോസിറ്റി, ഡെൻസിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സെട്ര. അപ്പോൾ ഇതിന് ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ബി ആണ് ആൻസർ വരിക. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ലെയർ വിൽ ബി വെരി ലോ. ദ നാച്ചുറൽ കൺവെക്ഷൻ ടേക്സ് പ്ലേസ് ഡ്യൂ ടു ദ ബോയൻ ഫോഴ്സ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് ദ ഡെൻസിറ്റി വേരിയേഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കാരണമുള്ള ഇതിലാണ് ഡെൻസിറ്റി ബോയൻ ഫോഴ്സ് എന്നുള്ളത് പ്രത്യേകിച്ച് ആലോചിക്കുക. ബോയൻ ഫോഴ്സ് ആണ് അവിടെ വേരിയേഷൻ വരുത്തുന്നത്. ഓക്കെ, നോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഓഫ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഏത് ടൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫറിലാണ് വരുന്നത്? റേഡിയേഷൻ, കണ്ടക്ഷൻ, കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ, convection. And the answer is what? Answer is C, overall heat transfer coefficient. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വോള്, രണ്ട് വോൾസ്, അതിന് നമ്മൾ കോമ്പോസിറ്റ് വാൾസ് എന്നാണ് വിളിക്കുക. കോമ്പോസിറ്റ് വാൾസ്, ഒരു വാളിൽ തന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ സാധാരണ നമ്മളതിനെ കോമ്പോസിറ്റ് വാൾ എന്നാണ് വിളിക്കുക. ഇതിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി ക്യൂ ഡോട്ട്. ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഹോട്ട് ഫ്ലൂയിഡ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു കോൾഡ് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T∞1 ആണ്. കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ T∞2 ആണ്. ഓക്കെ, നൗ ഈ ഒരു വോളിൻ്റെ സർഫസ് ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ പെർപെൻഡിക്കുലർ ടു ദ ഹീറ്റ് ഫ്ലോ ഈസ് A. ഈ ഒരു ഹോട്ട് ഫ്ലൂയിഡിൻ്റെ തെർമൽ കൺവെക്ഷൻ കോഎഫിഷ്യൻ്റ് H1, കോൾഡ് ഫ്ലൂയിഡിൻ്റെ കൺവെക്ഷൻ കോഎഫിഷ്യൻ്റ് H2. വോൾ 1ൻ്റെ കണ്ടക്ടിവിറ്റി K1, wall 2യുടെ കണ്ടക്ടിവിറ്റി K2, ലെങ്ത് L1, L2. ദെൻ വാട്ട് അബൌട്ട് ദ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ സർഫസിലെ ടെമ്പറേച്ചർ T1, ഇൻ്റർഫേസിലെ ടെമ്പറേച്ചർ T2, അതിൻ്റെ ഏറ്റവും ഔട്ടർ സർഫസിലെ ടെമ്പറേച്ചർ T3. ഇങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളൊരു തെർമൽ സർക്യൂട്ടായിട്ട് എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? തെർമൽ സർക്യൂട്ടായിട്ട് എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കൂ. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു കൺവെക്ഷൻ നടക്കുന്നുണ്ട്.
ഈ വോളിൽ കൂടെ ഒരു കണ്ടക്ഷൻ നടക്കുന്നുണ്ട്, സെക്കൻഡ് വോളിൽ കൂടെ ഒരു കണ്ടക്ഷൻ നടക്കുന്നുണ്ട്, എഗെയിൻ ഒരു കൺവെക്ഷൻ നടക്കുന്നുണ്ട്. 4 പ്രോസസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കൺവെക്ഷൻ റെസിസ്റ്റൻസ് എന്താണ്? 1/H1A. വാട്ട് അബൌട്ട് ദ കണ്ടക്ഷൻ റെസിസ്റ്റൻസ്? L1/K1A. സെക്കൻഡ് വോളിലെ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് L2/K2A. ദെൻ ഔട്ടർ ഫ്ലൂയിഡിലെ കോൾഡ് ഫ്ലൂയിഡിലെ കൺവെക്ഷൻ എന്ന് പറയുന്നത് 1/H2A. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ്? ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? റെസിസ്റ്റൻസുകൾ സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? R1 കൺവെക്ഷൻ പ്ലസ് R1 പ്ലസ് R2 പ്ലസ് R2 കൺവെക്ഷൻ, ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഓർ വി ക്യാൻ സേ 1/H1A പ്ലസ് L1/K1A പ്ലസ് L2/K2A പ്ലസ് 1/H2A. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ, ഹീറ്റ് ഫ്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്ന ആളെങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ആർ ടോട്ടൽ. ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ആർ ടോട്ടൽ. ഓർ വി ക്യാൻ സേ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എവിടെ മുതൽ എവിടെ വരെ റെസിസ്റ്റൻസ് ചെയ്ത് ഈ എഴുതിയിരിക്കുന്ന ഈ റെസിസ്റ്റൻസിൻ്റെ ഈ സീരീസ് അറേഞ്ച്മെൻറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് നോക്കുക. അതാണെന്ത് നമ്മുടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ നമ്മൾ ഓൾറെഡി അതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ടോട്ടൽ റെസിസ്റ്റൻസുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ എത്ര ഭാഗത്തെ റെസിസ്റ്റൻസ് ആണോ എഴുതുന്നത് അത്രയും ഭാഗത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുക. അത്രയേ ഉള്ളൂ. അതിൽ വേറെ കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യമില്ല. ഏത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എടുക്കേണ്ടതെന്ന് ആലോചിക്കേണ്ട. എത്ര ഭാഗത്തെ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത്രയും ഭാഗത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുക. ദാറ്റ് ഈസ് T∞1 മൈനസ് T∞2 ഡിവൈഡഡ് ബൈ ആർ ടോട്ടൽ. ഈ ഒരു ഇക്വേഷനെ നമ്മൾ മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാണ്, സച്ച് ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ UA ഇൻറ്റു ഡെൽറ്റ ടി. UA ഇൻറ്റു ഡെൽറ്റ ടി, വേർ ദിസ് U ഈസ് കോൾഡ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ആർ ടോട്ടൽ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടുകയാണ്. ക്യൂവിനെ നമ്മൾ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുക, സച്ച് ദാറ്റ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ പെർപെൻഡിക്കുലർ ദ ഹീറ്റ് ഫ്ലോ മൾട്ടിപ്ലൈഡ് ബൈ ടെമ്പറേച്ചർ ഡിഫറൻസ് വിൽ ഗീവ് യു ദ സെയിം ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ആർ ടോട്ടൽ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? U ഈസ് ഈക്വൽ ടു വാട്ട്? 1/A ഇൻറ്റു ആർ ടോട്ടൽ. ഇതാണ് ഇക്വേഷൻ ഫോർ വാട്ട്? ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ. അപ്പോൾ ഇത്തരം അനാലിസിസ് അല്ലെങ്കിൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ ഈസ് വെരി യൂസ്ഫുൾ ഇൻ ദി അനാലിസിസ് ഓഫ് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ കമ്പൈൻഡ് ഹീറ്റ് ട്രാൻസ്ഫറിലാണ് സാധാരണ നമ്മളിത് ഈ ഒരു കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fourier's law of conduction is valid for 1 dimension, 2 dimension, 3 dimension, 4 dimension. Fourier's lawയിലെ അസംഷൻസ് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. കണ്ടക്ഷൻ ഗവേൺ ചെയ്യുന്ന ലോ ആണ് ഫോറിയേഴ്സ് ലോ ആൻഡ് ദി ആൻസർ ഈസ് എ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അസംഷൻസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷൻ ആയിരിക്കണം. അതായത് ഈ ഒരു മെറ്റീരിയൽ കൂടെ ആ ഹീറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ആ ഹീറ്റ് അക്യുമുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്ത് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. therefore സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷൻ. വാട്ട് എവർ ഹീറ്റ് എൻറ്റേഴ്സ് ദ സിസ്റ്റം മസ്റ്റ് ലീവ് ദ സിസ്റ്റം. അതാണെന്ത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷൻ. 1 ഡയമെൻഷണൽ ഹീറ്റ് ഫ്ലോ ആയിരിക്കണം. നോ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ. മെറ്റീരിയലിൻ്റെ ഉള്ളിൽ വേറെ ഹീറ്റ് ജനറേഷൻ നടക്കാൻ പാടില്ല. ലൈക്ക് എന്തെങ്കിലും കറണ്ട് ക്യാരിങ് വയേഴ്സ് ഉണ്ടോ, അതായത് ഫർണസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹീറ്റിംഗ് എലമെൻറ്റ്, ഇതൊന്നും വെക്കാൻ പാടില്ല. ഐസോ തെർമൽ ബൗണ്ടറീസ്, അതായത് ഈ മെറ്റീരിയലിൻ്റെ രണ്ട് സർഫസുകൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഹീറ്റ് ഫ്ലോ എങ്കിൽ ഈ ബൗണ്ടറിയിലും സെയിം ടെമ്പറേച്ചർ ആയിരിക്കും. ത്രൂ ഔട്ട് ഈ ഒരു ബൗണ്ടറിയിൽ ത്രൂ ഔട്ട് സെയിം ടെമ്പറേച്ചർ, അതായത് ഇവിടെ T1 ടെമ്പറേച്ചർ ഇവിടെ T2 ടെമ്പറേച്ചർ അങ്ങനെ വരാൻ പാടില്ല. ത്രൂ ഔട്ട് ആ ബൗണ്ടിങ് സർഫസിൽ സെയിം ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ഇവിടെ T2 ആണ് ടെമ്പറേച്ചർ, എല്ലാ പോയിന്റ്സിലും T2 ടെമ്പറേച്ചർ തന്നെ ആയിരിക്കണം ആ ഒരു സർഫസിൽ. അതാണ് ഐസോ തെർമൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് മെറ്റീരിയൽ സാധാരണഗതിയിൽ നമ്മൾ K കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാറുണ്ട് ഫോർ ദ കൺവീനിയൻസ്. ദെൻ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് dT/dx മസ്റ്റ് ബി വാട്ട്? കോൺസ്റ്റൻറ്റ്. ഇതിൻ്റെ മീനിങ് ഇതാണ്, ലീനിയർ ടെമ്പറേച്ചർ പ്രൊഫൈൽ. അതായത് ഈ ടെമ്പറേച്ചർ വേരിയേഷൻ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ഒരു ലീനിയർ വേരിയേഷൻ കിട്ടണം. ആ വോളിന് അക്രോസ് ആയിട്ട് ടെമ്പറേച്ചർ വേരിയേഷൻ വരച്ച് കഴിഞ്ഞാൽ ഒരു ലീനിയർ വേരിയേഷൻ ആയിട്ട് നിങ്ങൾക്ക് അത് പ്ലോട്ട് ചെയ്യാൻ പറ്റണം. അതാണ് ആ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയും അസംഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ കേസിൽ അത് ഒരു 1 ഡയമെൻഷണൽ ഹീറ്റ് ഫ്ലോ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. നമ്മൾ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനൊക്കെ എഴുതുമ്പോൾ 3 ഡയമെൻഷൻസിലേക്കൊക്കെ എഴുതാറുണ്ട്. അത് ഓരോ ഡയറക്ഷനിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ
4 ഇയേഴ്സിലും അപ്ലൈ ചെയ്തിട്ട് ഫൈനലി ക്ലബ് ചെയ്യുന്ന റിസൾട്ടാണ്. അല്ലാതെ 3 ഡയമെൻഷനിലേക്ക് ഡയറക്റ്റായിട്ടൊരു ഹീറ്റ് ഫ്ലോ 4 ഇയേഴ്സിൽ അപ്ലൈ ചെയ്യുന്നതല്ല. ഓരോ ഡയറക്ഷനിലും ഇൻഡിവിജ്വലി 4 ഇയേഴ്സിൽ അപ്ലൈ ചെയ്ത് ഫൈനലി കിട്ടുന്ന റിസൾട്ട് ക്ലബ് ചെയ്യുന്നതാണ് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഫ്രീ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നസ്സൽറ്റ് നമ്പർ ഈസ് എ ഫംഗ്ഷൻ ഓഫ്. അഗെയിൻ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രീ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൽ ഏതൊക്കെ നമ്പറാണ് സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നൊരു, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ നസ്സൽറ്റ് നമ്പർ എന്ന് പറയുന്ന നമ്പർ ഫൈനലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ മെയിൻ ഉദ്ദേശം. കാരണം നസ്സൽറ്റ് നമ്പർ ഈസ് ബേസിക്കലി HL/K. നമുക്ക് അങ്ങനെ മറ്റ് റിലേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു റിലേഷൻ ഇല്ലാത്ത ആളാണ് ഈ H എന്ന് പറയുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഉദ്ദേശം. കാരണം ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, HA × ΔT, വാട്ട് എവർ ഹൗ മച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ H എന്നുള്ള പാരാമീറ്റർ കണ്ടുപിടിക്കാൻ കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്രഷൻ ഇല്ല. നസ്സൽറ്റ് നമ്പറാണ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പർ. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു ടാസ്ക്. അതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറേ എംപെരിക്കൽ റിലേഷൻസ് ആണുള്ളത്. അല്ലാതെ കൃത്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ അല്ല, എംപെരിക്കൽ ഫോർമുലാസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പോൾ ആ കേസിൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിലും ഫ്രീ കൺവെക്ഷനിലും ഫോഴ്സ്ഡ് കൺവെക്ഷനിലും ഡിഫറെൻറ്റ് എംപെരിക്കൽ ഫോർമുലാസ് ആർ അവൈലബിൾ. അപ്പോൾ അത് ഓരോന്നും നസ്സൽറ്റ് നമ്പർ ഡിപ്പെൻഡ്സ് ഓൺ സം അതർ ഡയമെൻഷൻലെസ് നമ്പേഴ്സ്. അപ്പോൾ ആ ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനെ ഫ്രീ കൺവെക്ഷനെ ഗവേൺ ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, പ്രാൻഡിൽ നമ്പർ ആൻഡ് ഗ്രഷോഫ് നമ്പറാണ്. വെറാസ് ഫോഴ്സ്ഡ് കൺവെക്ഷനെ ഗവേൺ ചെയ്യുന്ന ഏതൊക്കെയാണ്, റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് പ്രാൻഡിൽ നമ്പറാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ പ്രാൻഡിൽ നമ്പറിൻ്റെയും ഗ്രഷോഫ് നമ്പറിൻ്റെയും ബേസിലുള്ള എംപെരിക്കൽ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നസ്സൽറ്റ് നമ്പർ കണ്ടുപിടിക്കുന്നു. നസ്സൽറ്റ് നമ്പറിൽ നിന്ന് നമ്മൾ H കണ്ടുപിടിക്കുന്നു, Hൽ നിന്ന് നമ്മൾ Q കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണ് ആ ചെയിൻ പോലെ പോകുന്നത്. ഓക്കെ, ദെൻ ദ ആൻസർ ഈസ് വാട്ട്, സി ഈസ് ദി ആൻസർ. ഫൈൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഫോർ എ ബ്ലാക്ക് ബോഡി ആൽഫ = 0, ടോ = 0, റോ = 1, എക്സെട്ര അങ്ങനെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവർ ആൽഫ എന്താ, ടോ എന്താ, റോ എന്താണെന്നും എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ അതും അറിഞ്ഞിരിക്കണം. റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൽ ആൽഫ മീൻസ് അബ്സോർട്ടിവിറ്റി. ടോ എന്ന് പറയുന്നത് ട്രാൻസ്മിസിവിറ്റി ആൻഡ് റോ എന്ന് പറയുന്നത് റിഫ്ലക്റ്റിവിറ്റി. വാട്ട് ഈസ് അബ്സോർട്ടിവിറ്റി? ഒരു മെറ്റീരിയലിൽ ടോട്ടലി വന്ന് പതിക്കുന്ന റേഡിയേഷൻ്റെ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര പോർഷൻ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ഈസ് ട്രാൻസ്മിസിവിറ്റി? ടോട്ടലി വന്ന് പതിച്ച റേഡിയേഷൻ്റെ എത്ര ഭാഗം അത് ട്രാൻസ്മിറ്റ് ചെയ്തു. വാട്ട് ഈസ് റിഫ്ലക്റ്റിവിറ്റി? ടോട്ടലി വന്ന് പതിച്ച റേഡിയേഷൻ എത്ര ഭാഗം അത് റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ മൂന്നും പ്രോസസ്സുകളാണ്. സാധാരണ ലൈറ്റിനോട് ഒരു ബോഡി എങ്ങനെ പ്രതികരിക്കുന്നോ അതേ റിസൾട്ടുകൾ ഏതിനും ബാധകമാണ്, ഈ തെർമൽ റേഡിയേഷനും ബാധകമാണ്. ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിലെ ഒരു ഐഡിയൽ ബോഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ബ്ലാക്ക് ബോഡി. അപ്പോൾ ഈ ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ ഹീറ്റ് ട്രാൻസ്ഫർ അതിലൊന്ന് പതിക്കുന്നുണ്ടോ അത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യും. കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യാൻ കഴിവുള്ളൊരു ബോഡിയാണെന്ത്, ബ്ലാക്ക് ബോഡി. അപ്പോൾ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് അബ്സോർബ്ഡ് റേഡിയേഷൻ ഓഫ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ? 1 ആണ് അല്ലേ. കംപ്ലീറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൽഫയുടെ വാല്യൂ ഇപ്പോൾ എത്രയായിരിക്കും, 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് ബ്ലാക്ക് ബോഡിനെ ഡിഫൈൻ ചെയ്യാം. എ ബോഡി വിച്ച് കംപ്ലീറ്റ്ലി അബ്സോർബ്സ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ, ഓർ ഫോർ എ ബോഡി ഫോർ വിച്ച് both transmissivity and reflectivity are 0. അപ്പോൾ അതിന് ആൽഫ = 1 ആയിരിക്കും, ടോ = 0 ആയിരിക്കും, റോ = 0 ആയിരിക്കും. ഇനി ബ്ലാക്ക് ബോഡിയുടെ മറ്റ് പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ ബോഡി ഹാവിങ് മാക്സിമം എമിസീവ് പവർ. മാക്സിമം സ്റ്റോർ ചെയ്ത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്ത് വെച്ച ആൾക്ക് മാക്സിമം എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഒരു ഗിവൺ അബ്സലൂട്ട് ടെമ്പറേച്ചറിൽ മാക്സിമം എമിസീവ് പവർ ഉള്ള ബോഡിയാണെന്ത്, ബ്ലാക്ക് ബോഡി. അതുകൊണ്ടാണ് അതിനൊരു ഐഡിയൽ റേഡിയേറ്റീവ് ബോഡി എന്ന് വിളിക്കുന്നത്. ഐഡിയൽ ബോഡിയാണ്, ഓൺലി തിയറിറ്റിക്കൽ കൺസെപ്റ്റ്. പക്ഷേ ബ്ലാക്ക് ബോഡിയോട്
ഏകദേശം സ്വഭാവം കാണിക്കുന്ന പ്രാക്ടിക്കൽ ബോഡീസ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അറിഞ്ഞിരിക്കുക, എ ബ്ലാക്ക് ബോഡി ഹാസ് മാക്സിമം എമിസീവ് പവർ ഓഫ് ഓൾ ദ ബോഡീസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അപ്പോൾ അതാണ് നമ്മളിവിടെ സെൻറ്റൻസ് ആയിട്ട് പറയുന്നത്. എ ബ്ലാക്ക് ബോഡി ഈസ് വൺ വിച്ച് അബ്സോർബ്സ് ഓൾ ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഇറ്റ് ഈസ് ഓൾസോ എ ബോഡി വിത്ത് മാക്സിമം എമിസീവ് പവർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഇറ്റ്സ് അബ്സോർട്ടിവിറ്റി ഈക്വൽ ടു 1. Since it does not reflect or transmit any incident radiation, its reflectivity and transmissivity are both 0. Another question. A copper block and an air mass block having similar dimensions are subjected to symmetrical heat transfer from one face of each block. The other face of the block will be reaching to the same temperature at a rate faster in air block, faster in copper block, equal in air as well as copper block, cannot be predicted with the given information. ഇപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇമാജിനറി ആയിട്ടൊരു എയറിൻ്റെ ബ്ലോക്ക് ഉണ്ട്, ഒരു കോപ്പറിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്. രണ്ടിനും സിമിലർ ഡയമെൻഷൻസ് ആണ്. അതായത് ക്രോസ് സെക്ഷൻ ഏരിയ ആണെങ്കിലും അതിൻ്റെ തിക്നെസ് ആണെങ്കിലും ഒക്കെ സെയിം ആണ്. പിന്നെ അതിൻ്റെ ഒരു ഫേസിൽ നിന്ന് വേറൊരു ഫേസിലേക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് കേസിലാണ് അടുത്ത സൈഡ്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ തുടങ്ങി അടുത്ത സൈഡിലെത്തുന്ന ആ അടുത്ത സൈഡ് മാക്സിമം സെയിം ടെമ്പറേച്ചറിലേക്ക് എത്തുക? അതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നമ്മളൊരു കോപ്പറിൻ്റെ ഒരു ബ്ലോക്കാണെന്ന് വിചാരിക്കും. ഈ കോപ്പർ ബ്ലോക്കിന് ഈ ഒരു സർഫസിൽ നമ്മളൊരു ഹീറ്റ് കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ ഹീറ്റ് ട്രാവൽ ചെയ്ത് അടുത്ത സർഫസ് പതുക്കെ ചൂടായി തുടങ്ങും. അപ്പോൾ ഇതിൽ കൂടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഈ സർഫസ്, ഓപ്പോസിറ്റ് സർഫസും സെയിം ടെമ്പറേച്ചറിലെത്തുന്നത് ഏത് കേസിലാണ് ഫസ്റ്റ് എത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ സിംപിളി എന്താ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് ഈ ഓപ്പോസിറ്റ് സർഫസ് ചൂടാവണമെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്തായിരിക്കണം? കൂടിയിരിക്കണം. കണ്ടക്ടിവിറ്റി കൂടുതൽ കോപ്പറിനാണോ എയറിനാണോ? സിംപ്ലി ഫോർ കോപ്പർ. സോ ദ ആൻസർ ഈസ് വാട്ട്? ബി ഈസ് ദി ആൻസർ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. സിൻസ് കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ഈസ് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് എയർ, conduction will be faster through copper and the other surface will attain that particular temperature at a faster rate in the case of copper. Next question. A plain wall 25 cm thick with an area of 1 meter square has a thermal conductivity of 0.5 watt per meter Kelvin. If a temperature difference of 60 degrees Celsius is imposed across it, what is the heat flow? 120 watt, 140 വാട്ട്, 160 വാട്ട്, 180 വാട്ട്. അപ്പോൾ ഇവിടെ എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. ഒരു പ്ലെയിൻ വാളിൻ്റെ കേസാണ്. 25 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ തിക്നെസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 മീറ്റർ. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്കിത് ഇവിടെ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് 1 മീറ്റർ സ്ക്വയർ. ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി കെ തന്നിട്ടുണ്ട്. കെ ഈസ് 0.5 വാട്ട് പെർ മീറ്റർ കെൽവിൻ. അത് തന്നിട്ടുണ്ട് 0.5 വാട്ട് പെർ മീറ്റർ കെൽവിൻ. ദെൻ ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഈ രണ്ട് സർഫസിന് അക്രോസ് ആയിട്ടുള്ള ഡെൽറ്റ ടിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത്. വാട്ട് ഈസ് ദ ഹീറ്റ് ഫ്ലോ റേറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 4 ഇയേഴ്സ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. 4 ഇയേഴ്സ് ലോ കെ എ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ഓർ 0.5 ഇൻറ്റു ഏരിയ 1 ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ഡി ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് 60. എത്ര തിക്നെസ്സിലാണ് ടെമ്പറേച്ചർ ഡിഫറൻസ്? 0.25 മീറ്റർ. അപ്പോൾ അവിടെ ആകെ ശ്രദ്ധിക്കാനുള്ളത് മീറ്ററിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ മീറ്ററിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല, അത് 25 ഇടുമ്പോൾ ആൻസർ കിട്ടില്ല, അപ്പോൾ അതിന് ഓപ്ഷനും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. യൂണിറ്റ് കൺവേർഷനിൽ ഒരു മിസ്റ്റേക്ക് പറ്റാതെ നോക്കുക പരമാവധി. അപ്പോൾ ഇവിടെ 120 വാട്ട് എന്നുള്ളൊരു ആൻസറാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് എ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെർമൽ ഡിഫ്യൂസിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് വാട്ട് ഈസ് കോൾഡ്? തെർമൽ ഡിഫ്യൂസിവിറ്റി ഡെഫിനിഷനായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇൻവേഴ്സ്ലി ഡെഫിനിഷൻ അല്ല, ആ ഒരു റിലേഷൻ അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു തെർമൽ കണ്ടക്ടിവിറ്റി, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു തെർമൽ കണ്ടക്ടിവിറ്റി, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഏതാണ് ആൻസർ വരിക? തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ thermal conductivity divided by thermal capacity. That is called what? Thermal diffusivity. അപ്പോൾ ആൻസർ നോക്കാം. It is the ratio of thermal conductivity to thermal capacity.
അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി കെ ഡിവൈഡഡ് ബൈ റോ സി പി ആണ് തെർമൽ കപ്പാസിറ്റി ആയിട്ട് വരിക. അതായത് എത്ര ഒരു മെറ്റീരിയലിലേക്ക് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഹീറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഹീറ്റിനെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു അത് ഡിവൈഡഡ് ബൈ എത്ര ഹീറ്റിനെ അത് സ്റ്റോർ ചെയ്തു. അതാണ് കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്ന ഹീറ്റാണ് തെർമൽ കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലപോലെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ വരുന്ന ആൾക്കാരെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും, സ്റ്റോർ ചെയ്യാനൊന്നും അധികം നിൽക്കില്ല. അപ്പോൾ അത്തരം മെറ്റീരിയൽസിന് നല്ല തെർമൽ ഡിഫ്യൂസിവിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ ചില മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ വരുന്ന ഹീറ്റിനെ കൂടുതലും സ്റ്റോർ ചെയ്യാണ്, കുറച്ച് ഹീറ്റിനെ മാത്രമേ കടത്തിവിടുള്ളൂ. അതായത് കണ്ടക്ടിവിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ആണെങ്കിൽ കൂടുതൽ കൊടുക്കുന്ന ഹീറ്റിനെയും സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. അത്തരം മെറ്റീരിയൽസിന് തെർമൽ ഡിഫ്യൂസിവിറ്റി വിൽ ബി വെരി ലെസ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി ആൽഫ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? കെ. ആൽഫ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെ and it is inversely proportional to density and specific heat. Next question. ഒരു assertion reason type question ആണ്. ഒരു assertion തന്നിട്ടുണ്ട്, non metals are having higher thermal conductivity than metals, and the reason is given as free electrons in the metals are higher than those of non metals. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ശ്രദ്ധിക്കുക, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതുപോലെ തന്നെ തന്നിരിക്കുന്ന റീസൺ ആ പറഞ്ഞിരിക്കുന്ന അസേർഷന് കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. ഇനി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇൻഡിവിജ്വലി കറക്റ്റാണ്, പക്ഷേ റീസൺ എന്ന് പറയുന്നത് അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ എ ട്രൂ ആണ്, പക്ഷേ ആർ ഫോൾസ് ആണ്. നാലാമത്തെ ഓപ്ഷൻ എ ഫോൾസ് ആണ്, ആർ ട്രൂ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് സർവീസിനൊക്കെ ഒരുപാട് കാണാം. അപ്പോൾ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസിൽ എന്താ പറയുന്നത്? നോൺ മെറ്റൽസ് ആർ ഹാവിങ് ഹയർ തെർമൽ കണ്ടക്ടിവിറ്റി ദാൻ മെറ്റൽസ്. കറക്റ്റ് ആണോ? നോൺ മെറ്റൽസിനാണോ ഹയർ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കുക? അല്ല. ദെർഫോർ വാട്ട്? അപ്പോൾ നിങ്ങൾ അസേർഷൻ വായിക്കുമ്പോൾ തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഓപ്ഷൻസ് ഒന്നും പിന്നെ നേരെ റീസൺ ഒന്നും വായിക്കാൻ നിൽക്കണ്ട. അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കേട്ടോ. അസേർഷൻ തെറ്റാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഡി ഓപ്ഷൻ, കാരണം എ ഫോൾസ് ആണെന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ നമ്മുടെ കയ്യിലുള്ളൂ, ദാറ്റ് ഈസ് ഡി ആണ്. ബാക്കി എല്ലാത്തിലും എ ട്രൂ ആണെന്ന് പറയുന്നതാണ് 3 ഓപ്ഷൻസും. അപ്പോൾ എ ട്രൂ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പായെങ്കിൽ മാത്രം അടുത്ത റീസൺ വായിച്ച് സമയം കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ സമയം കളയാൻ നിൽക്കരുത്, നേരെ ഡി ഓപ്ഷൻ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരിക. കാരണം മെറ്റൽസിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയാണ് നോൺ മെറ്റൽസിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വെറുതെ വായിച്ചു നോക്കാം. മെറ്റൽസ് ഹാവിങ് മോർ ഫ്രീ ഇലക്ട്രോൺസ് ദാൻ ദോസ് ഓഫ് നോൺ മെറ്റൽസ്. ഒബീസിയലി കറക്റ്റ് അല്ലേ? മെറ്റൽസ് സാധാരണ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അവർ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് അതിലുണ്ടായിരിക്കും. അപ്പോൾ 6 ട്രൂ ആണ്, എ ഫോൾസ് ആണ്. ഓക്കെ, നോൺ മെറ്റൽസ് ഹാവ് ലോവർ തെർമൽ കണ്ടക്ടിവിറ്റി ദാൻ മെറ്റൽസ് ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. എ ഫ്ലാറ്റ് പ്ലേറ്റ് ഹാസ് തിക്നെസ് ഓഫ് 5 cm, തെർമൽ കണ്ടക്ടിവിറ്റി 1 watt per meter Kelvin, convective heat transfer coefficients on its 2 flat faces of 10 watt per meter square Kelvin and 20 watt per meter square Kelvin. The overall heat transfer coefficient for such a plate is. Overall heat transfer coefficient for such a plate. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്താണെന്ന് മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ തെർമൽ റെസിസ്റ്റൻസ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 5, 6.33, 20, 30. ഒന്ന് നോക്കാം. അപ്പോൾ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് നോക്കൂ. ഇതാണ് ഒരു ഫ്ലാറ്റ് പ്ലേറ്റ്. ഇത് നേരത്തെ നമ്മൾ ഒരു കോമ്പോസിറ്റ് വാളിൻ്റെ കേസാണ് നോക്കിയത്. ഈ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? thickness is 5 cm. Thickness is 5 cm, which is equal to 0.05 meter. ഇനി അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി 1 watt per meter Kelvin ആണ്. വാട്ട് പെർ മീറ്റർ കെൽവിൻ. അതിൻ്റെ ഒരു സൈഡിലെ H1 എന്ന് പറയുന്ന സൈഡ്, ഇത് ഇവിടുത്തെ തെർമൽ കണ്ടക്ടിവിറ്റി 10 watt per meter square Kelvin, ആൻഡ് അതർ സൈഡിലെ H2 എന്ന് പറയുന്നത് 20 watt per meter square Kelvin ആണ്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് നമുക്ക് ഏരിയ യൂണിറ്റ് ആയിട്ട് എടുക്കാം. ഇവിടെ ഏരിയയെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട്, പിന്നെ മാത്രമല്ല നിങ്ങൾ ആ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. യൂണിറ്റിൽ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളത് ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഏരിയ ഈസ് ടേക്കൺ ആസ് യൂണിറ്റി, 1 meter square ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്? U is equal to 1/A into RTH, which is equal to 1/RTH ഈ കേസിൽ, കാരണം A is 1. വാട്ട് ഈസ് RTH? RTH എന്ന് വെച്ചാൽ എന്താ? 1 divided by, ആദ്യം എന്താ നമുക്ക് വേണ്ടത്? കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ആണ്. കണ്ടക്ഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തിക്നെസ് ഡിവൈഡഡ് ബൈ കണ്ടക്ടിവിറ്റി. അപ്പോൾ L/Ka എന്നുണ്ട് ശരിക്കും, പക്ഷേ A വേണ്ട, അതുകൊണ്ട് L/K. ദെൻ 1/H1 എന്ന് പറയുമ്പോൾ 1/10, ദെൻ 1/H2.
അപ്പോൾ അതർ സൈഡിലെ അപ്പോൾ ഇത് ബേസിക്കലി എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആ എ കൊണ്ട് ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഡിനോമിനേറ്റർ എഴുതുകയാണെങ്കിൽ ഒക്കെ അത് എന്തായിട്ട് മാറും, റെസിസ്റ്റൻസുകളായിട്ട് മാറും. അത് യൂണിറ്റ് ഏരിയ എന്നുള്ളത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ദ ആൻസർ ഈസ് 5 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ കാൽക്കുലേഷനാണ്, ഈസി ആയിട്ട് ചെയ്യാവുന്ന നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A composite wall is made of 2 layers of thickness x1 and x2 having thermal conductivities K and 2K and equal surface areas normal to the direction of heat flow. The outer surface of the composite wall are 100 degrees Celsius and 200 degrees Celsius respectively. The heat transfer takes place only by conduction and the required surface temperature at the junction is 150 degrees Celsius. The IES 2004 ചോദിച്ച ചോദ്യമാണ്. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദെയർ തിക്നെസ്സസ് x1 ആൻഡ് x1 ഈസ് ടു x2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ കുറച്ചധികം ഡാറ്റ തന്നിരിക്കുന്ന പോലെ തോന്നും. വളരെ സിമ്പിളാണ്. നിങ്ങൾ എപ്പോഴും ഇത്തരം ക്വസ്റ്റ്യൻസ്, ഈ പ്രോബ്ലംസ് വരുമ്പോൾ ഒന്ന് വരച്ച് നോക്കുക. ജസ്റ്റ് ഒരു റഫ് ഫിഗർ ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കോമ്പോസിറ്റ് വാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോമ്പോസിറ്റ് വാൾ എന്ന് വെച്ചാൽ എന്താ? ഒന്നിലധികം മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വാൾ. സപ്പോസ് ദിസ് ഈസ് ദാറ്റ് വാൾ. ഈ ഒരു തിക്നെസ് x1, ദിസ് തിക്നെസ് ഈസ് x2. അപ്പോൾ ശ്രദ്ധിക്കുക, x1 തിക്നെസ് ഉള്ള മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി കെയും x2വിൻ്റെ കറസ്പോണ്ടിങ് തെർമൽ കണ്ടക്ടിവിറ്റി 2K ആയിട്ട് എടുക്കുക. അപ്പോൾ x1ൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എത്രയാണ്? ലെറ്റ് ഇറ്റ് ബി K. ഇതിൻ്റെ 2K ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ടെമ്പറേച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചേഴ്സ് ശ്രദ്ധിക്കാം. 100, 200, 150. അപ്പോൾ ഇവിടെ 100, ഇവിടെ 150, ഇവിടെ 200 എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കാം. അതായത് 200, 150, 100 ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ശ്രദ്ധിക്കുക, നമുക്ക് രണ്ടിലും ഇവിടെ ഈക്വൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആയതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് 50 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ഓരോ ലെയറിലും വരുന്നത്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള തെറ്റുകളൊന്നും ഇവിടെ വരാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ ഓക്കെ, ദ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഓൺലി ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വേറെ ഫ്ലൂയിഡ്സിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഇറ്റ് ഇസ് റിക്വയർഡ് സർഫസ് ടെമ്പറേച്ചേഴ്സ് അറ്റ് ദ ജംഗ്ഷൻ 150 ഡിഗ്രി. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് തിക്നെസ്? അപ്പോൾ നമുക്കൊരു അസംഷൻ വയ്ക്കുക. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷനാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു അസംഷൻ ഞാൻ വയ്ക്കുകയാണെങ്കിൽ, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷൻ ആണെന്നുള്ളൊരു അസംഷൻ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സെയിം ഹീറ്റ് തന്നെയാണ് രണ്ടിൽ കൂടെയും പാസ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ തന്നത് മാത്രം. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അസ്യൂമിങ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ഈച്ച് വാൾ വിൽ ബി ദ സെയിം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഫസ്റ്റ് വാളിൽ കൂടിയുള്ള കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്താ? K1A ഡെൽറ്റ ടി ബൈ തിക്നെസ്. ദാറ്റ് ഈസ് ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ എന്താണ്? T1 മൈനസ് ഇൻ്റർഫേസ് ടെമ്പറേച്ചർ ആണ് ഞാൻ TI എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. T1 മൈനസ് TI ബൈ x1. ഇനി രണ്ടാമത്തെ മെറ്റീരിയലിൽ കൂടെയുള്ള വാളിൽ കൂടെയുള്ള അല്ലെങ്കിൽ ആ മെറ്റീരിയൽ കൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എത്രയാണ്? K2A TI മൈനസ് T2. അവിടെ ഇൻ്റർഫേസ് ടെമ്പറേച്ചറാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ഡിഫറൻസിൽ ഫോക്കസ് ചെയ്താൽ മതി. ദെൻ ആദ്യത്തെ മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എത്രയാണ്? ദാറ്റ് ഈസ് K. രണ്ടാമത്തെ മെറ്റീരിയൽ തെർമൽ കണ്ടക്ടിവിറ്റി 2K. ദെൻ രണ്ടുപേരുടെയും ഏരിയ സെയിം ആയതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാം. ദെൻ ടെമ്പറേച്ചർ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 200 മൈനസ് 150 ആണ് ഫസ്റ്റ് മെറ്റീരിയലിന് അക്രോസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്. രണ്ടാമത്തെ മെറ്റീരിയലിന് അക്രോസ് ആയിട്ടുള്ളത് 150 മൈനസ് 100. അതും മേ ബി നമുക്കത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് 50-50 ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ x1 x2. Therefore x1 divided by x2 is equal to what? 1:2 എന്നുള്ളൊരു ആൻസറാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. 1:2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A wall of thickness 0.6 meter has a normal area 1.5 meter square and is made up of a material of thermal conductivity 0.4 watt per meter Kelvin. The temperatures on the two sides are 800 degrees Celsius. What is the thermal resistance of the wall? Thermal resistance of the wall ആണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ വാളിനെ ഞാനൊന്ന് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് വരിക. വാളിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട് 0.6 മീറ്റർ. അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1.5 മീറ്റർ സ്ക്വയർ. made up of a material having thermal conductivity which is equal to 0.4 watt per meter Kelvin. The temperatures on the two sides are 800 degrees Celsius. ഇത് ആക്ച്വലി അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിരിക്കും, 800 ഡിഗ്രി സെൽഷ്യസ്. ചെറിയൊരു കൺഫ്യൂഷൻ ആ ഒരു സെൻറ്റൻസിലുണ്ട്. on the two sides actually differ by 800 degree Celsius എന്നായിരിക്കും അത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ what will be the thermal resistance of the wall? That is ഒരു വാളിൻ്റെ തെർമൽ റെസിസ്റ്റൻസ്. നമ്മൾ എന്താണ് ഇതിൻ്റെ ക്യൂയുടെ ഇക്വേഷൻ ഇതാ, KA into DT by dx, or it is equal to DT divided by dx by KA. വാളിൻ്റെ കേസിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ that thickness L divided by Ka. This is represented as delta T divided by RTH, where RTH is nothing but the thermal resistance L by Ka. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ വരുന്നത് നോക്കാം. ദിറ്റ് ഈസ് സിംപ്ലി L by Ka. ശ്രദ്ധിക്കുക, ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ ആ സെൻറ്റൻസ് നമുക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലും നമുക്കിവിടെ ആൻസർ കിട്ടാനുള്ള എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. അപ്പോൾ സിംപ്ലി L by K നോക്കുകയാണെങ്കിൽ 0.6 by 1.5 into 0.4 which is equal to 1 watt per Kelvin. വാട്ട് പെർ കെൽവിൻ എന്നുള്ള ആൻസറിലാണ് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ജോമെട്രിക് റേഡിയസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ എ ഹോളോ സ്ഫിയർ ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ റേഡിയായി R1 and R2? മാർക്ക് ദിസ് ആസ് എ കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇത് എഞ്ചിനീയറിംഗ് സർവീസ് ആണെങ്കിലും ഗേറ്റ് ആണെങ്കിലും PSC ആണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്കിതിനെ അറിയേണ്ട ഒരു കൺസെപ്റ്റാണ് ലോഗരിതമിക് മീൻ ഏരിയ. ലോഗരിതമിക് മീൻ ഏരിയ AM. ലോഗരിതമിക് മീൻ ഏരിയ ബേസിക്കലി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പ്ലെയിൻ വോൾ എന്ന് പറയുന്ന കേസ്, നമ്മൾ ക്ലാസ്സിൽ പ്ലെയിൻ വോളിൻ്റെ കേസ് പറഞ്ഞിരുന്നു, ഹോളോ സ്ഫിയറിൻ്റെ കേസ് പറഞ്ഞിരുന്നു, ഹോളോ സിലിണ്ടറിൻ്റെ കേസ് പറഞ്ഞിരുന്നു. ഒരു പ്ലെയിൻ വോളിൻ്റെ അനാലിസിസിൽ, കണ്ടക്ഷൻ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്, XYZ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹോളോ സ്ഫിയറിനെ അനാലിസിസ് ചെയ്യുന്നത്. ഒരു സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഹോളോ സ്ഫിയറിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും എളുപ്പമുള്ള കോർഡിനേറ്റ് സിസ്റ്റം ഏതാണ്? നമുക്ക് ഏറ്റവും പരിചയമുള്ളതും എളുപ്പമുള്ളതുമായിട്ടുള്ള ഏതാണ്? ദാറ്റ് ഈസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈക്വാലൻ്റ് ആയിട്ടുള്ള ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ അനാലിസിസ് വളരെ എളുപ്പമായിട്ട് മാറും. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റിൽ കൂടിയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ വാളിനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ പ്ലെയിൻ വാളിനെ അനലൈസ് ചെയ്യാനായിട്ട് ഒന്നും കൂടെ ഈസി ആയിട്ട് മാറും, നമ്മുടെ അനാലിസിസ് ഒന്നും കൂടെ ഫാസ്റ്ററായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ലോഗരിതമിക് മീൻ ഏരിയ എന്ന് പറയുന്ന കൺസെപ്റ്റ്. കൺസിഡർ ഫോർ എക്സാമ്പിൾ, നമുക്ക് ആദ്യം ഒരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റിൻ്റെ കേസ് നോക്കാം. എ ഹോളോ സിലിണ്ടറാണ്. ഈ ഹോളോ സിലിണ്ടറിൻ്റെ ഇന്നർ റേഡിയസ് ഈസ് R1 ആൻഡ് ഔട്ടർ റേഡിയസ് ഈസ് R2. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽ ഹാവിങ് സം തെർമൽ കണ്ടക്ടിവിറ്റി K ആൻഡ് ലെങ്ത് L. അപ്പോൾ ഈ രണ്ട് ഇന്നർ ആൻഡ് ഔട്ടർ സർഫസിന് അക്രോസ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഞാൻ ഡെൽറ്റ ടി മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു റേഡിയൽ ഡയറക്ഷനിലാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്, ലെറ്റ് ഇറ്റ് ബി Q. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ ഫോർ Q? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നാണ്, ദറ്റ് ഈസ് ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ln R2 by R1 by 2 pi Lk. ln R2 by R1 by 2 pi Lk. This is the equation for heat transfer through a hollow cylinder. Now, suppose ഞാനൊരു ഇമാജിനറി ആയിട്ട് ഒരു പ്ലെയിൻ വാളിനെ അസ്യൂം ചെയ്യാണ്. അസ്യൂം എ പ്ലെയിൻ വാൾ. ഈ പ്ലെയിൻ വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നതും ഈ ഹോളോ സിലിണ്ടറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നതും സെയിം ആണ്. ദാറ്റ് ഈസ് R2 മൈനസ് R1 അല്ലേ? ഇതിൻ്റെ തിക്നെസ് എന്ന് വെച്ചാൽ എത്രയാണ്? ആ രണ്ട് റേഡിയസുകളുടെ ഡിഫറൻസ് അല്ലേ? ദാറ്റ് ഈസ് തിക്നെസ് ഇസ് ഈക്വൽ ടു വാട്ട്? R2 മൈനസ് R1. അതേ തിക്നെസ് ഉള്ള ഒരു പ്ലെയിൻ വാൾ അസ്യൂം ചെയ്യാണ്.
ഈ പ്ലെയിൻ വോളിന് അക്രോസ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ഈസ് അഗെയിൻ ഡെൽറ്റ ടി തന്നെയാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ദ സെയിം മെറ്റീരിയൽ ഹാവിങ് തെർമൽ കണ്ടക്ടിവിറ്റി കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യാണ് ലെറ്റ് ക്യൂ ഈസ് ദ സെയിം ഹീറ്റ് ട്രാൻസ്ഫർ ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ പ്ലെയിൻ വോൾ. അങ്ങനെ ഒരു സെയിം ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ ഞാൻ ഈ വോളിന് എത്ര ഏരിയ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം? ദാറ്റ് ഈസ് കോൾഡ് ലോഗരിതമിക് മീൻ ഏരിയ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സെയിം മെറ്റീരിയൽ ആണ്, സെയിം തിക്നെസ് ആണ്, സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഈ പ്ലെയിൻ വോളിൽ കൂടെ എത്ര സെയിം ഹീറ്റ് തന്നെ ആ ഹോളോ സിലിണ്ടറിൽ കൂടെ പാസ് ചെയ്ത അതേ ഹീറ്റ് തന്നെ ഇവിടെ പാസ് ചെയ്യണമെങ്കിൽ എത്ര ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പെർപെൻഡിക്കുലർ ദാറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം? ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ദ ലോഗരിതമിക് മീൻ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ക്യൂ? അഗെയിൻ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എൽ ബൈ കെ എ. അതാണ് അതിൻ്റെ തെർമൽ റെസിസ്റ്റൻസ് വിച്ച് ഈസ് R2 മൈനസ് R1 ബൈ കെ ഇൻറ്റു ഇവിടെ ഏരിയ എന്ന് പറയുന്നതാണ് ലോഗരിതമിക് മീൻ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സെയിം ഹീറ്റ് തന്നെയല്ലേ രണ്ടിലും വരുന്നത്, അതെനിക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ R2 മൈനസ് R1 ബൈ കെ ഇൻറ്റു എ എം ഇസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ln R2 ബൈ R1 ബൈ 2 പൈ എൽ കെ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്താ വരുന്നത്? R2 മൈനസ് R1 ബൈ കെ ഇൻറ്റു എ എം ഈസ് ഈക്വൽ ടു ln R2 ബൈ R1 ബൈ 2 പൈ എൽ കെ. കെ ക്യാൻ ബി ക്യാൻസൽ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എ എമ്മിന് ഒരു എക്സ്പ്രഷൻ കിട്ടുകയാണ്. വാട്ട് ഈസ് എ എം? എക്സ്പ്രഷൻ ഫോർ എ എം ഈസ് 2 പൈ എൽ ഇൻറ്റു R2 മൈനസ് R1 ബൈ ln R2 ബൈ R1. ln R2 ബൈ R1. ഓക്കെ, ഇനി ഞാനിതിനൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 പൈ എൽ R2 മൈനസ് 2 പൈ എൽ R1 ബൈ ln. ഞാനിവിടെ ഡിനോമിനേറ്ററിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താണ്. 2 പൈ എൽ കൊണ്ട് രണ്ട് സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്യാം. 2 പൈ എൽ R1. അതായത് ഒരു സിലിണ്ടറിനെ സംബന്ധിച്ച് വാട്ട് ഈസ് 2 പൈ ആർ ഇൻറ്റു എൽ? 2 പൈ ആർ ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ ആണ്. അപ്പോൾ 2 പൈ R2 എൽ എന്ന് പറയുമ്പോൾ R2 റേഡിയസിലുള്ള സർഫസ് ഏരിയ. 2 പൈ R1 എൽ എന്ന് പറയുമ്പോൾ R1 റേഡിയസിലുള്ള സർഫസ് ഏരിയ. വാട്ട് ഈസ് R1? ഇന്നർ റേഡിയസ്. അപ്പോൾ ഇന്നർ സർഫസ് ഏരിയ R2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്ന് ഔട്ടർ സർഫസ് ഏരിയ. അപ്പോൾ ഇത് ദെർഫോർ ദ ലോഗരിതമിക് മീൻ ഏരിയ ഫോർ എ സിലിണ്ടർ ഈസ് ഗിവൺ ആസ് outer surface area minus inner surface area divided by ln outer surface area by inner surface area. This is the expression for logarithmic mean area. ഒരു സിലിണ്ടറിൻ്റെ ലോഗരിതമിക് മീൻ ഏരിയ ആണ് ഇത്. Now consider this AM as 2 pi L into R mean. 2 pi L into RM. ഒരു സിലിണ്ടർ ഇമാജിൻ ചെയ്യുക, ഒരു സോളിഡ് സിലിണ്ടർ ഇമാജിൻ ചെയ്യുക. ആ സോളിഡ് സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ് മീൻ റേഡിയസ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, എൽ ലെങ്ത് ഉള്ള ഒരു സിലിണ്ടർ ഹാവിങ് എ റേഡിയസ് RM. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദാറ്റ് സിലിണ്ടർ? ദാറ്റ് ഈസ് 2 പൈ എൽ ഇൻറ്റു RM. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ എൽ R2 മൈനസ് 2 പൈ എൽ R1 ഡിവൈഡഡ് ബൈ ln 2 പൈ എൽ R2 ബൈ 2 പൈ എൽ R1. അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 പൈ എല്ലൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? അങ്ങനെ കിട്ടുന്ന ആ ഒരു റേഡിയസ് ആണെന്ത്? ലോഗരിതമിക് അല്ലെങ്കിൽ മീൻ റേഡിയസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഈ റേഡിയസ് ദാറ്റ് ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ബൈ ln R2 ബൈ R1. ലോഗ് മീൻ റേഡിയസ് എന്നൊക്കെ വിളിക്കാം. ഒരു സിലിണ്ടറിൻ്റെ ലോഗ് മീൻ റേഡിയസ് ആണ് പി എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന് എ എം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് എൻ ഇക്വാലൻ്റ് പ്ലെയിൻ വാൾ വിച്ച് ഈസ് ഹാവിങ് സെയിം തെർമൽ കണ്ടക്ടിവിറ്റി, സെയിം thickness, same temperature difference which allows the same heat to pass through it. അതാണ് ലോഗരിതമിക് മീൻ ഏരിയ. അത് A2 മൈനസ് A1 ബൈ ln A2 ബൈ A1. Now imagine ഈ പ്ലെയിൻ വാളിന് പകരം അവിടെ ഒരു സോളിഡ് സിലിണ്ടർ ആയിരുന്നു വിചാരിക്കുക. ദാറ്റ് സോളിഡ് സിലിണ്ടർ ഈസ് ഹാവിങ് എ മീൻ റേഡിയസ് RM. അങ്ങനെയാണെങ്കിൽ സെയിം ലെങ്ത് L ആണെങ്കിൽ ദാറ്റ് റേഡിയസ് ഈസ് കോൾഡ് മീൻ റേഡിയസ്, ലോഗ് മീൻ റേഡിയസ് വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? R2 മൈനസ് R1 ബൈ ln R2 ബൈ R1. അപ്പോൾ സിലിണ്ടറിൻ്റെ കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം നമുക്ക് സ്ഫിയറിൻ്റെ കേസിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് കൺസിഡർ എ ഹോളോ സ്ഫിയർ. കൺസിഡർ എ ഹോളോ സ്ഫിയർ
അതിൻ്റെ ഇന്നർ റേഡിയസ് R1, ഔട്ടർ റേഡിയസ് ഈസ് R2. ഇറ്റ് ഈസ് ഹാവിങ് എ മെറ്റീരിയൽ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി K. ഈ രണ്ട് സർഫസുകൾക്ക് ഇന്നർ ആൻഡ് ഔട്ടർ സർഫസുകളൊക്കെ കറോസായിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ΔT ആണ്. അപ്പോൾ ഈ ഒരു റേഡിയൽ ഡയറക്ഷനിൽ ഒരു ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്, ലെറ്റ് ഇറ്റ് ബി Q. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ Q? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ΔT ഡിവൈഡഡ് ബൈ R2 മൈനസ് R1 ബൈ 4πK R1 R2. നമുക്ക് ഈ എക്സ്പ്രഷൻ പഠിച്ചാൽ മതി, ഡെറിവേഷൻ ഒന്നും വേണ്ട. ΔT ഡിവൈഡഡ് ബൈ R2 മൈനസ് R1 ബൈ 4πK R1 R2. ഇതാണ് എക്സ്പ്രഷൻ. നൗ സെയിം അപ്രോച്ച് തന്നെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒരു സ്ലാബ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ വോൾ കൺസിഡർ ചെയ്യാണ്. വാൾ ഈസ് ഹാവിങ് ദ സെയിം മെറ്റീരിയൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി K, സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ്, ദെൻ സെയിം തിക്നെസ് വിച്ച് ഈസ് R2 മൈനസ് R1. അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് Q. അങ്ങനെയാണെങ്കിൽ ദിസ് ഏരിയ ഈസ് നത്തിങ് ബട്ട് വാട്ട്? AM. വാട്ട് ഈസ് എക്സ്പ്രഷൻ? Q ഈസ് ഈക്വൽ ടു വാട്ട്? ΔT ഡിവൈഡഡ് ബൈ R2 മൈനസ് R1 ബൈ K ഇൻറ്റു AM. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ന്യൂമറേറ്റർ ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ΔT ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഡിനോമിനേറ്റർ ഡയറക്റ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് R2 മൈനസ് R1 ബൈ K ഇൻറ്റു AM ഇസ് ഈക്വൽ ടു വാട്ട്? R2 മൈനസ് R1 ബൈ 4πK R1 R2. എന്തൊക്കെയാണ് ഇതിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്നത്? R2 മൈനസ് R1, K ക്യാൻ ബി ക്യാൻസൽ. അപ്പോൾ റിമൈനിങ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് AMൻ്റെ ഇക്വേഷൻ കിട്ടുന്നു. AM ഇസ് ഈക്വൽ ടു വാട്ട്? 4π R1 R2. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ. പക്ഷേ ഈ എക്സ്പ്രഷനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എല്ലാത്തിനെയും സ്ക്വയർ ചെയ്യാം. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. പൈയുടെ സ്ക്വയർ പൈ സ്ക്വയർ, R1ൻ്റെ സ്ക്വയർ R2 സ്ക്വയർ. അല്ല, ഇതിൻ്റെ റൂട്ടല്ല ആക്ച്വലി AM എഴുതിയിരിക്കുന്നത്. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ഈക്വൽ ടു 4π R1 സ്ക്വയർ ഇൻറ്റു 4π R2 സ്ക്വയർ. 4π R1 സ്ക്വയർ ഇൻറ്റു 4π R2 സ്ക്വയർ. വാട്ട് ഈസ് 4π R സ്ക്വയർ ഫോർ എ സ്ഫിയർ? ഒരു സ്ഫെറിക്കൽ ഒബ്ജക്റ്റിൻ്റെ 4π R സ്ക്വയർ എന്ന് എന്താ? ഇറ്റ് ഈസ് എ സർഫസ് ഏരിയ. അപ്പോൾ വാട്ട് ഈസ് 4π R1 സ്ക്വയർ? It is outer surface area, inner surface area, and 4π R2 square is the outer surface area. Therefore, this is equal to what? Root of A1 into A2. ഇതാണ് അപ്പോൾ എന്ത്? ഒരു സ്ഫിയറിൻ്റെ കേസിൽ ലോഗരിതമിക് മീൻ ഏരിയ, ദിസ് ഈസ് റൂട്ട് A1 A2. Now consider a solid sphere having radius RM. അങ്ങനെയാണെങ്കിൽ what is the surface area of that solid sphere? 4π RM square. This is equal to root of 4π R1 square into 4π R2 square, or it is equal to 4π into 4π R1 R2. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് RMൻ്റെ എക്സ്പ്രഷൻ കിട്ടുന്നു. ലോഗ് മീൻ റേഡിയസ്, ഇറ്റ് ഈസ് റൂട്ട് R1 R2. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി എന്താണ്? Geometric radius or logarithmic mean radius of a hollow sphere of inner and outer radii R1 and R2. It is equal to what? Root R1 R2. അപ്പോൾ ഈ സിലിണ്ടറെയാണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? R2 മൈനസ് R1 ബൈ ln R2 ബൈ R1. അതാണ് മീൻ റേഡിയസ്. മീൻ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? കറസ്പോണ്ടിങ് A2 മൈനസ് A1 ബൈ ln A2 ബൈ A1. ഇനി ഹോളോ സ്ഫിയറിൻ്റെ മീൻ ഏരിയ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? റൂട്ട് A1 A2 ആണ്. അതിൻ്റെ മീൻ റേഡിയസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? റൂട്ട് R1 R2 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു 4 കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കോപ്പർ വയർ ഓഫ് റേഡിയസ് 0.5 millimeter is insulated with a sheathing of thickness 1 millimeter having a thermal conductivity 0.5 watt per meter Kelvin. The outside surface convective heat transfer coefficient is 10 watt per meter square Kelvin. If the thickness of insulation sheathing is raised by 10 millimeter, electrical current carrying capacity of the wire will be. Comparatively, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കോപ്പർ വയർ ഉണ്ട്. ഈ കോപ്പർ വയറിന് നമ്മൾ ഒരു ഇൻസുലേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഔട്ടർ കവറിങ് കൊടുക്കുകയാണ്. ഔട്ടർ കവറിങ്, സപ്പോസ് ദിസ് ഔട്ടർ കവറിങ്, ഇതിൻ്റെ ഔട്ടർ കവറിങ് കൊടുക്കുകയാണ്. ഈ ഔട്ടർ കവറിൻ്റെ ഇനീഷ്യൽ തിക്നെസ് എന്ന് പറയുന്നത് 1 millimeter ആയിരുന്നു. പിന്നീട് അത് 10 millimeter ആക്കി മാറ്റിയാൽ
ഈ വയറിന്, ഈ കോപ്പർ വയറിന് കൂടുതൽ കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റുമോ, കുറവാണോ, അതോ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഒരു കണ്ടക്ടറിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി മീൻ ചെയ്യുന്നത് മാക്സിമം എത്രത്തോളം കറണ്ട് അതിൽ ക്യാരി ചെയ്യാൻ പറ്റും വിത്തൗട്ട് മച്ച് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ വിത്തൗട്ട് മച്ച് ലോസസ്, മാക്സിമം എത്ര കറണ്ട് അതിന് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നൗ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി മായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഹീറ്റ് ജനറേഷൻ. ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ക്യാരി ചെയ്യുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്നതിൻ്റെ റെസിസ്റ്റൻസ് അവിടെയുണ്ട്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അതിൽ എന്ത് ജനറേറ്റ് ചെയ്യുന്നു, ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു, വിച്ച് ഈസ് ഗിവൺ ബൈ I²RT. ടി സമയത്തേക്കാണ് അവിടെ ഹീറ്റ് കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ജനറേറ്റിംഗ് ഹീറ്റ് ഈസ് Q = I²RT or Q/T. Rate of heat generation is I²R. Rate of heat generation is I²R. I is the current, R is the resistance. Now കൂടുതൽ കറണ്ട് പാസ് ചെയ്യും തോറും അതിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷനായിട്ട് ഒരു റേറ്റ് ഓഫ് ഹീറ്റ് ജനറേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി, ഞാൻ അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കൂടുന്തോറും ഈ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കൂടുമ്പോൾ റെസിസ്റ്റൻസും ഫർദർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ലോസസ് അവിടെ നടക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻസുലേഷൻ, എവിടെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഈ കൊടുക്കുന്ന ഔട്ടർ കവറിങ്ങിൻ്റെ തിക്നെസ് ക്രിട്ടിക്കൽ റേഡിയസിന് ഈക്വലായിട്ട് മാറുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ദ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ കപ്പാസിറ്റി. ഹീറ്റ് ട്രാൻസ്ഫർ പെട്ടെന്ന്, അതായത് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് പെട്ടെന്ന് ക്യാരി ചെയ്ത് പുറത്തേക്ക് പോകും. അതാണ് ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ ഷീറ്റിംഗ്, ആ ഒരു ഷീറ്റിങ്ങിൻ്റെ കവറ്, ആ ഒരു ഔട്ടർ റേഡിയസ് ഈ ക്രിട്ടിക്കൽ തിക്നെസ്സിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഫർദർ എനിക്ക് കൂട്ടി കൊണ്ടുവന്ന് ക്രിട്ടിക്കൽ തിക്നെസ് വരെ കൊടുക്കാം. അപ്പോൾ ഞാനത് റേഡിയസ് കൂട്ടുന്തോറും എന്താ സംഭവിക്കുക, ഹീറ്റ് ട്രാൻസ്ഫർ കൂടി വന്ന് ക്രിട്ടിക്കൽ റേഡിയസ് എത്തുമ്പോൾ മാക്സിമം ആയിട്ട് മാറും. അതിനപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി കാണിച്ചു തുടങ്ങും, അതായത് ഹീറ്റ് ട്രാൻസ്ഫറിന് തടഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ കാര്യം, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, ക്രിട്ടിക്കൽ റേഡിയസ് കാണാമെന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ റേഡിയസ്? ക്രിട്ടിക്കൽ റേഡിയസ് ഈസ് ഗിവൺ ബൈ K/H, വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ 10 ഓർ 0.05 മീറ്റർ ആണ് കിട്ടുക, ഓർ 50 മില്ലിമീറ്റർ എന്നുള്ളത് കിട്ടി. അപ്പോൾ 50 മില്ലിമീറ്റർ റേഡിയസ്, ഔട്ടർ റേഡിയസ് എത്തുന്നത് വരെ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഇൻസുലേഷൻ്റെ ആ ഒരു ഔട്ടർ കവറിങ് കൊടുത്തുകൊണ്ടിരിക്കാം. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നതോറും കൂടുതൽ ഹീറ്റ് ക്യാരി ഔട്ട് ചെയ്യും. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യാം. കാരണം അത്ര ഹീറ്റ് ജനറേഷൻ ഇല്ല. ഹീറ്റ് ജനറേറ്റ് ചെയ്താലും പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. നൗ ഇനീഷ്യൽ ഔട്ടർ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ എത്രയാണ്? ഓൾറെഡി വയറിന് 0.5 റേഡിയസ് ഉണ്ട്, പ്ലസ് 1 മില്ലിമീറ്റർ ആണ്. ദെർഫോർ 0.5 മില്ലിമീറ്റർ ആണ് അവിടെ റേഡിയസ് തന്നിരിക്കുന്നത് വയറിൻ്റെ, പ്ലസ് 1 മില്ലിമീറ്റർ തിക്നെസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ദെർഫോർ 0.5 + 1 വിച്ച് ഈസ് 1.5 മില്ലിമീറ്റർ. അത് ഒബ്വിയസ്ലി ലെസ് ദാൻ 50 മില്ലിമീറ്റർ റേഡിയസ് ആണ്. നൗ പുതിയതായിട്ട് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ ഇൻസുലേഷൻ തിക്നെസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 10 മില്ലിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൽ നിന്നൊരു 10 മില്ലിമീറ്റർ കൂടെ എക്സ്ട്രാ ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേഡിയസ് എത്രയായിട്ട് മാറി? 11.5 മില്ലിമീറ്റർ ആയിട്ട് മാറി. സ്റ്റിൽ ഇറ്റ് ഈസ് മച്ച് ലെസ് ദാൻ 50 മില്ലിമീറ്റർ. അപ്പോൾ ക്രിട്ടിക്കൽ റേഡിയസിന് കുറവാണ്. അപ്പോൾ നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് ഓർക്കണം. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, റേഡിയസ്, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്താ ചെയ്യുന്നത്, കൂടി വന്ന് പിന്നെ കുറയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഗ്രാഫ് വരിക? കറസ്പോണ്ടിങ് ടു ദിസ്, ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ റേഡിയസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇത് 50 മില്ലിമീറ്റർ ഉണ്ട്. നമുക്കിപ്പോൾ റേഡിയസ് എത്രയേ കൊടുത്തിട്ടുള്ളൂ? 11.5 ഉള്ളൂ. ഇനീഷ്യൽ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ? 1.5 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1.5 നിന്ന് 1.5 കൂടുമ്പോൾ കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ 1.5 എത്ര ഹീറ്റ് ക്യാരി ഔട്ട് ചെയ്തിരുന്നോ അതിനേക്കാൾ കൂടുതൽ ഹീറ്റ് ഇപ്പോൾ അതിനെ പുറത്തേക്ക് തള്ളാനായിട്ട് പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യാം. അപ് ടു വിച്ച് റേഡിയസ്? ക്രിട്ടിക്കൽ റേഡിയസ്. ഓക്കെ, ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ദെർഫോർ ഇറ്റ്സ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി വിൽ വാട്ട്? ഇൻക്രീസ് ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അഡീഷൻ ഓഫ് ഇൻസുലേഷൻ ടു ദ ഇൻസൈഡ് സർഫസ് ഓഫ് എ പൈപ്പ് ഓൾവേസ് റെഡ്യൂസസ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആൻഡ് ക്രിട്ടിക്കൽ റേഡിയസ് കൺസെപ്റ്റ് ഹാസ് നോ സിഗ്നിഫിക്കൻസ്. ദാറ്റ് ഈസ് അസേർഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ അതിന് റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഇൻസുലേഷൻ ഈസ് ആഡഡ് ടു ദ ഇൻസൈഡ് സർഫസ് ബോത്ത് സർഫസ് റെസിസ്റ്റൻസ് ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻക്രീസ്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്.
രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, പക്ഷേ റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്, എ ഈസ് ഫോൾസ്, ആർ ഈസ് ട്രൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താ, അസേർഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അസേർഷൻ തെറ്റാണെങ്കിൽ നേരിട്ട് നമുക്ക് ഏത് ആൻസർ മാർക്ക് ചെയ്യാം, ഡി എന്ന് പറയുന്ന ആൻസർ മാർക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അഡീഷൻ ഓഫ് ഇൻസുലേഷൻ, നമ്മൾ സാധാരണഗതിയിൽ ഒരു കറണ്ട് ക്യാരിങ് വയറൊക്കെ ആണെങ്കിൽ ഔട്ടർ സർഫസിലാണ് ഇൻസുലേഷൻ കൊടുക്കുക. ഞാൻ ഒരു ഹോളോ പൈപ്പാണെന്ന് വിചാരിക്കുക. ഈ ഹോളോ പൈപ്പിൻ്റെ ഇന്നർ സർഫസിൽ ഞാൻ ഇൻസുലേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. വാട്ട് ഹാപ്പൻസ്? ശ്രദ്ധിക്കാം. സപ്പോസ് ഇറ്റ് ഈസ് എ ഹോളോ പൈപ്പ്, ഒരു ഹോളോ ട്യൂബോ പൈപ്പോ എന്തെങ്കിലുമാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇന്നർ സർഫസിൽ ഞാൻ ഇൻസുലേഷൻ കൊടുക്കുകയാണ്. ഇന്നർ സർഫസിൽ വാട്ട് ഹാപ്പൻസ് ടു ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്? ശ്രദ്ധിക്കാം. ഔട്ടർ സർഫസിൽ നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമ്മുടെ ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഔട്ടർ റേഡിയസിൽ ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ കൺസെപ്റ്റ്, കാരണം ഔട്ടർ റേഡിയസിൽ കൊടുക്കും തോറും ഔട്ടർ സർഫസ് ഏരിയ ഇൻക്രീസസ്. വാട്ട് ഈസ് ദ കണ്ടക്ഷൻ റെസിസ്റ്റൻസ്? കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഈസ് L/KA. ഈ ഏരിയ എന്ന് പറയുന്നത് ഔട്ടർ സർഫസ് ഏരിയ അല്ല, ശ്രദ്ധിക്കുക, അത് ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ കൂടും തോറും എന്ത് സംഭവിക്കും, ഈ ഔട്ടർ അതിൻ്റെ തിക്നെസ് കൂടും തോറും ദിസ് ഈസ് പ്രപ്പോർഷണൽ ടു തിക്നെസ്. ആ തിക്നെസ് കൂടും തോറും എന്ത് സംഭവിക്കും, അതിൻ്റെ ഈ പറഞ്ഞ എന്ത് കൂടും, ആ ഒരു കണ്ടക്ട് ചെയ്യുന്നത് ആ മെറ്റീരിയൽ കൂടെയല്ല, കുറേ മെറ്റീരിയൽ വരും തോറും കൂടുതൽ റെസിസ്റ്റൻസ് അവിടെ അനുഭവപ്പെടും. കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. വാട്ട് ഹാപ്പൻസ് ടു ദ കൺവെക്ഷൻ? കൺവെക്ഷൻ എന്ന് പറയുന്നത് ഈ ഔട്ടർ സർഫസിൽ നിന്നാണ്. ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു വാട്ട്? പ്രപ്പോർഷണൽ ടു ആർ കൺവെക്ഷൻ 1/HA ആണ്. 1/HA. അപ്പോൾ ഇവിടെ ഈ ഏരിയ എന്ന് പറയുന്നത് ഔട്ടർ സർഫസ് ഏരിയ ആണ്. അപ്പോൾ ഈ ഔട്ടർ സർഫസ് ഏരിയ കൂടും തോറും നമ്മുടെ കൺവെക്ഷൻ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും അല്ലേ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് നേച്ചറാണ് നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. നൗ ഇന്നർ സർഫസ് ഏരിയയിൽ ഞാൻ ഈ ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇന്നർ സർഫസ് ഏരിയയിൽ കൊടുക്കുമ്പോൾ ഈ ഇന്നർ സർഫസ് ഏരിയ ഗ്രാജുവലി ഡിക്രീസസ് അല്ലേ. അത് ഉള്ളിലേക്ക് ചുരുങ്ങി വരികയല്ലേ ചെയ്യുന്നത്. മെറ്റീരിയൽ കൂടുന്തോറും കട്ടി കൂടുന്തോറും മെറ്റീരിയൽ ഇന്നർ സർഫസ് ഏരിയ കുറയുന്നു. അപ്പോൾ ഒബ്വിയസ്ലി മെറ്റീരിയൽ അധികം വരും തോറും കണ്ടക്ഷൻ റെസിസ്റ്റൻസ് എപ്പോഴും എന്താ സംഭവിക്കുക, കൂടുകയാണ് ചെയ്യുക. കൂടുതൽ മെറ്റീരിയൽ വരുന്ന കൂടുതൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതെപ്പോഴും ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല. അത് ഔട്ടറിൽ കൊടുത്താലും ഇന്നറിൽ കൊടുത്താലും ഒക്കെ കൂടുക തന്നെയാണ് ചെയ്യുക. നൗ കൺവെക്ഷൻ റെസിസ്റ്റൻസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്, സർഫസ് ഏരിയ, അതായത് ഇന്നർ സർഫസ് ഏരിയ ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് ഇന്നർ കൺവെക്ഷൻ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക, അതും കൂടുകയല്ലേ ചെയ്യുക. പുറമേ കൊടുക്കുമ്പോൾ സമയത്ത് ആ ഏരിയ വലുതായി വരികയായിരുന്നു. ഇന്നറിൽ ഞാൻ ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ ആ ഏരിയ ചെറുതായി വരികയാണ്. അപ്പോൾ അവിടുത്തെ സർഫസ് ഏരിയ കുറയുമ്പോൾ കൺവെക്ഷൻ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ് ചെയ്യുക, എപ്പോഴും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇന്നർ സർഫസ് ഏരിയയിലാണ് ഞാൻ ഇൻസുലേഷൻ കൊടുക്കുന്നതെങ്കിൽ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓൾവേസ് ഇൻക്രീസസ്. വെറാസ് ഓൺ ദ ഔട്ടർ സർഫസിലാണ് ഞാൻ ആ ഇൻസുലേഷൻ കൊടുക്കുന്നതെങ്കിൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസസ്, വെറാസ് കൺവെക്ഷൻ റെസിസ്റ്റൻസ് ഡിക്രീസസ്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് എന്താ, അഡീഷൻ ഓഫ് ഇൻസുലേഷൻ ടു ദ ഇന്നർ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഇൻസൈഡ് സർഫസ് ഓഫ് എ പൈപ്പ് ഓൾവേസ് റെഡ്യൂസസ് ഹീറ്റ് ട്രാൻസ്ഫർ. ഒബ്വിയസ്ലി ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ΔT ഡിവൈഡഡ് ബൈ ആർ ടോട്ടൽ. ആർ ടോട്ടൽ എപ്പോഴും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ദെർഫോർ Q വിൽ ഓൾവേസ് റെഡ്യൂസ്. ഓക്കെ, അപ്പോൾ അവിടെ ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ വരുന്നില്ല. കാരണം ഓപ്പോസിറ്റ് നേച്ചർ അല്ല, സിംപ്ലി ഈ ഓൾവേസ് ഇൻക്രീസിങ് നേച്ചറാണ് അവിടെ വരുന്നത്. ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഒന്ന് കൂടുകയും ഒന്ന് കുറയുകയും ചെയ്യുമ്പോൾ ആ കർവുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസ് ആണ് ക്രിട്ടിക്കൽ റേഡിയസ്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ റേഡിയസ് ഹാസ് നോ സിഗ്നിഫിക്കൻസ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അസേർഷൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പോൾ തന്നെ ഒഴിവാക്കാം. ഡി അല്ല വരിക, ABC. വിച്ച് വൺ? ഇനി എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇൻസുലേഷൻ ഇൻസൈഡ് സർഫസിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ബോത്ത് സർഫസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൺവെക്ഷൻ റെസിസ്റ്റൻസിനാണ് നമ്മൾ സർഫസ് റെസിസ്റ്റൻസ്, ഒരു സർഫസിൽ അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ്, ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അതായത് ത്രൂ ദ മെറ്റീരിയൽ, ആ മെറ്റീരിയൽ കൂടെയുള്ള റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കണ്ടക്ഷൻ റെസിസ്റ്റൻസ്. അത് രണ്ടും എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെയർഫോർ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ആൻഡ് ഓൾസോ the reason is the correct explanation for A. Therefore the answer is what? A ആണ് വരിക. A is the answer. Therefore answer is A. When insulation is added to the inside surface, both the conduction and convection resistance increase. Hence critical thickness has no significance
ആൻഡ് ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ഓൾവേസ് ഇൻക്രീസ് ആൻഡ് ദെയർഫോർ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വിൽ ഓൾവേസ് ഡിക്രീസ്. അപ്പോൾ ഔട്ടറിൽ കൊടുക്കുന്ന ഇന്നറിൽ കൊടുക്കുന്നുള്ള വ്യത്യാസം മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോപ്പർ പൈപ്പ് ക്യാരിയിങ് റെഫ്രിജറൻറ്റ് അറ്റ് -200°C is covered by cylindrical insulation of thermal conductivity 0.5 watt per meter Kelvin. The surface heat transfer coefficient over the insulation is 50 watt per meter square Kelvin. Critical radius of insulation will be. വളരെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ റെഫ്രിജറൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഉപയോഗിക്കുന്ന ഒരു വർക്കിംഗ് ഫ്ലൂയിഡാണ് റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത്. അത് വളരെ ലോ ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറാണ്, -200°C ആണ് പറഞ്ഞിരിക്കുന്നത്. നൗ ഇവിടെ നമുക്ക് ക്രിട്ടിക്കൽ റേഡിയസ് ആണ് കാണേണ്ടത്. ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ആണ് കാണേണ്ടത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇത് IAS ക്വസ്റ്റ്യൻ ആണ്. IAS ചിലപ്പോൾ ഇനി പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. എന്നാലും ചിലപ്പോൾ ചില ക്വസ്റ്റ്യനുകളിൽ ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. തെറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ ആൻസറും കൊടുക്കാറുണ്ട്. ബോത്ത് ആർ ആക്ച്വലി ഡിഫറൻറ്റ്. ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്രിട്ടിക്കൽ റേഡിയസ്, അപ്പോൾ പൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സിലിണ്ട്രിക്കൽ, ഇപ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇതാണ്, സിലിണ്ടറാണ് ഇത്, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സിലിണ്ടറിൻ്റെ കേസിൽ ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? K/H ആണ്. ദെൻ ഒരു സ്ഫെറിക്കൽ കണ്ടെയ്നർ അങ്ങനെയൊക്കെയുള്ള കേസാണെങ്കിൽ ക്രിട്ടിക്കൽ റേഡിയസ് ഈസ് 2K/H. സിലിണ്ടറിൻ്റെ ടോയ്സ് ആണ് വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് ഈ പൈപ്പ് മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി കൂടെ തരും, കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഈ ഇൻസുലേഷൻ മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി വേണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഒരിക്കലും പൈപ്പ് മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഇൻസുലേഷൻ മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയും ഔട്ടർ സർഫസിലുള്ള ഫ്ലൂയിഡിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റും വേണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ വെറുതെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ റെഫ്രിജറൻറ്റിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് തന്നു, ഔട്ടർ സർഫസിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് തന്നു, പൈപ്പ് മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നു, ഇൻസുലേഷൻ മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഇൻസുലേഷൻ്റെ ഭാഗം മാത്രമേ ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ കൺസെപ്റ്റിൽ ആലോചിക്കാൻ പാടുള്ളൂ. ഇൻസുലേഷൻ കോണ്ടാക്ട് ഇരിക്കുന്ന ഔട്ടർ സർഫസിലായിട്ടാണ്. തൊട്ട് മുന്നേ നമ്മൾ കണ്ട് ഇന്നർ സർഫസിൽ ഇൻസുലേഷൻ കൊടുത്തുകൊണ്ട് എപ്പോഴും അത് ഹീറ്റ് ട്രാൻസ്ഫർ കുറയുകയുള്ളൂ. അവിടെ ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ കൺസെപ്റ്റ് വരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടും തന്നിട്ടുണ്ട്, 0.5ഉം അതുപോലെ തന്നെ 50 ആണ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ഫോർ ദ പൈപ്പ് ഈസ് K/H. 0.5/50, 0.01 മീറ്റർ ഓർ 10 മില്ലിമീറ്റർ ആണ് ക്രിട്ടിക്കൽ റേഡിയസ്. ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ പൈപ്പ്. ഇതിന് ചുറ്റുമാണ് ഞാൻ ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. പൈപ്പിനൊരു സർട്ടൺ റേഡിയസ് ഉണ്ട്, ലെറ്റ് ഇറ്റ് ബി R1. ഇവിടെ ഞാൻ ക്രിട്ടിക്കൽ റേഡിയസിൽ ഇൻസുലേഷൻ കൊടുത്തപ്പോൾ ഔട്ടർ റേഡിയസ് ഓഫ് ദി ഇൻസുലേഷൻ വിൽ ബി RC. അങ്ങനെയാണെങ്കിൽ തിക്നെസ്, ദിസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ തിക്നെസ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഫോർമുലയിൽ നിന്ന് കിട്ടുന്ന ക്രിട്ടിക്കൽ തിക്നെസ് അല്ല, ക്രിട്ടിക്കൽ റേഡിയസ് ആണ്. RC - R1 ആണ് ക്രിട്ടിക്കൽ തിക്നെസ്. അത് കാണാനായിട്ട് മറക്കരുത്. ചിലപ്പോൾ ക്രിട്ടിക്കൽ തിക്നെസ് ചോദിച്ച് കറക്റ്റ് ആൻസർ അവിടെ നമ്മൾ ചിലപ്പോൾ തെറ്റിയിട്ട് റേഡിയസിൻ്റെ ആൻസർ മാർക്ക് ചെയ്യും. തെറ്റരുത്. റേഡിയസ് ആണോ തിക്നെസ് ആണോ കൃത്യമായിട്ട് മനസ്സിലാക്കണം, എന്നിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ ഹീറ്റ് ട്രാൻസ്ഫർ സർഫസസ് ഫിൻസ് ആർ പ്രൊവൈഡഡ്. IAS 2010 ചോദ്യമാണ്. ഹീറ്റ് ട്രാൻസ്ഫർ സർഫസിലെ ഫിൻസ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഫിൻസ് എന്നുള്ള ഭാഗം സെപ്പറേറ്റ് ഒരു സെഷനായിട്ട് ചെയ്തിരുന്നു. അതിലതിൻ്റെ തുടക്കം തന്നെ നമ്മൾ അതിൻ്റെ കാര്യം പറയുന്നുണ്ട്, എന്താണ് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്നുള്ളത് അല്ലേ. അപ്പോൾ ഫിൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മുടെ ഈ തലച്ചോറ് ആലോചിക്കാം. തലച്ചോറിൽ കൂടുതൽ ന്യൂറോൺസിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, നമ്മൾ കൂടുതൽ സെല്ലുകൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ മടക്കുകൾ വന്ന പോലെ ഒരു സർഫസിൽ, ഒരു പ്ലെയിൻ സർഫസും ഒരു കൊറുഗേറ്റഡ് ആയിട്ടുള്ള സർഫസിലും ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഈ പ്ലെയിൻ സർഫസിൽ ഈ എക്സ്പോസ്ഡ് ഏരിയ എത്രയാണോ അതിന് പ്രപ്പോർഷണലായിട്ടായിരിക്കും ഈ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, കൺവെക്ഷൻ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊറുഗേറ്റഡ് സർഫസ് അല്ലെങ്കിൽ ആ മടക്കുകളൊക്കെയുള്ള സർഫസ് ആണെങ്കിൽ ഇഫക്റ്റീവ് സർഫസ് ഏരിയ ഈസ് മോർ. അതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ വിൽ ബി മോർ. അപ്പോൾ ഈ ഒരു മെഷീനറിയുടെ ഒക്കെ കേസിൽ അതിൻ്റെ ഉള്ളിലൊരു ഹീറ്റ് ജനറേഷൻ ഉണ്ടായിരിക്കും. ആ ഹീറ്റിനെ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് ക്യാരി ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുകയും അത് മെഷീനറിയുടെ പാർട്സുകൾക്ക് കേടുപാട് സംഭവിക്കാനായിട്ട് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അത് ആ ഹീറ്റ് ട്രാൻസ്ഫർ ഇഫക്റ്റീവായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഒന്നുകിൽ നമുക്ക് അതിൻ്റെ കൊറുഗേറ്റഡ് സർഫസ് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്ലെയിൻ സർഫസിലേക്ക് ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻസ്
നമുക്ക് അറ്റാച്ച് ചെയ്യാം. ദീസ് പ്രൊജക്ഷൻസ് ആർ കോൾഡ് ഫിൻസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സർഫസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിൻസ് ബേസിക്കലി എന്താ ചെയ്യുന്നത്, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയ ഇഫക്റ്റീവ്ലി ഇൻക്രീസസ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ വരിക, ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ടു പ്രൊമോട്ട് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക, ഫിൻസ്. അപ്പോൾ ഇവിടെ കാണാം, കണ്ടോ, ഇതൊരു പ്ലെയിൻ സിലിണ്ടറിക്കൽ സർഫസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ആ സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ഫിന്നിൻ്റെയും ഈ പ്രൊജക്റ്റഡ് പാർട്സ് ആണ് ഫിൻസ്. ആ ഓരോ ഫിന്നിൻ്റെ ഏരിയയിൽ നിന്നും എന്ത് സംഭവിക്കുകയാണ്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണ്. ഇതാണ് ബേസിക്കലി ഒരു ഫിൻസിൻ്റെ ഉദ്ദേശം. ഫിൻസ് ഓർ എക്സ്റ്റെൻഡഡ് സർഫസസ് ആർ ദോസ് വിച്ച് എൻഹാൻസ് ദ heat transfer by increasing the effective surface area. Next question. A fin of length L protrudes from a surface held at temperature greater than the ambient temperature Ta. This is actually T0 ആണ് കേട്ടോ. Temperature T0, temperature T0 subscript ആണ് O. Then greater than the ambient temperature Ta. Ambient temperature ആണ് T subscript A. The heat dissipation from the free end of the fin is assumed to be negligible. The temperature gradient at the fin tip will be dt by dx at x equal to L is. ഒരു ഫിന്നിൻ്റെ ഒരു ബൗണ്ടറി കണ്ടീഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഒരു ഫിന്നിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയിരുന്നു. ആ ഡിഫറൻഷ്യൽ ഇക്വേഷന് ആവശ്യമായിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നും പഠിക്കണമെന്നില്ല, പക്ഷേ ആ ബൗണ്ടറി കണ്ടീഷൻസ് അറിഞ്ഞിരുന്നാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന 3 കേസായിരുന്നു, ഇൻഫിനിറ്റ്ലി ലോങ് ഫിന്ന്, അതുപോലെ തന്നെ എ ഫിൻ വിത്ത് ഇൻസുലേറ്റഡ് ടിപ്പ്, അതുപോലെ തന്നെ ഫിൻ വിത്ത് നോർമൽ കണ്ടീഷനുള്ളൊരു ഫിന്ന്, അതായത് ഇറ്റ് ഈസ് ഹാവിങ് എ ഫൈനൈറ്റ് ലെങ്ത് ആൻഡ് ഹാവിങ് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്കിംഗ് പ്ലേസ് ഫ്രം ദ ടിപ്പ്. അങ്ങനെയുള്ള 3 കേസിലെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിലെ 3ാമത്തെ കേസ് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കറക്റ്റഡ് ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്യാം. ആദ്യത്തെ 2 കേസുകൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളത്. അപ്പോൾ അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ഫിന്നിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അതായത് ദ ഹീറ്റ് ഡിസിപ്പേഷൻ ഫ്രം ദ ഫ്രീ എൻഡ് ഓഫ് ദ ഫിൻ ഈസ് അസ്യൂംഡ് ടു ബി നെഗ്ലിജിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടീഷനാണത്? ഒരു ഫിന്നിൻ്റെ ഫിൻ, ഈ ഫിന്നിൻ്റെ ടിപ്പ് ദിസ് ഈസ് ദ ടിപ്പ് ഓഫ് ദ ഫിൻ. ഈ ഫിന്നിൻ്റെ ടിപ്പിൽ നിന്നുള്ള ഹീറ്റ് ഡിസിപ്പേഷൻ, ദറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഓൾമോസ്റ്റ് വാട്ട് 0. അങ്ങനെയാണെങ്കിൽ ദിസ് ക്യാൻ ബി അസ്യൂംഡ് ആസ് എ വാട്ട്, എ ഫിൻ വിത്ത് ഇൻസുലേറ്റഡ് ടിപ്പ് അല്ലെങ്കിൽ അഡയബാറ്റിക് ടിപ്പ് കണ്ടീഷൻ. അഡയബാറ്റിക് എന്ന് വെച്ചാൽ എന്തായിരുന്നു, ദാറ്റ് വിച്ച് ഡസ് നോട്ട് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ഇറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ദ ടിപ്പ് ഡസ് നോട്ട് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. അത് മേ ബി ഓഫ് ഡിഫറെൻറ്റ് റീസൺ ആയിരിക്കാം. അത് ഇല്ലെങ്കിൽ ക്യാൻ ബി അഡയബാറ്റിക് ടിപ്പ് കണ്ടീഷൻ ഉള്ള കണ്ടീഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടി ഒ എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ് അവിടെ നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആംബിയൻ ടെമ്പറേച്ചർ ഇസ് ടി എ. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ടിപ്പ്? അപ്പോൾ എക്സ് ഈക്വൽ ടു എൽ ആകുമ്പോൾ സപ്പോസ് ടി എൽ ആണ് അവിടുത്തെ ടെമ്പറേച്ചർ എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ടി എൽ എന്ന് പറയുന്ന ടെമ്പറേച്ചർ വാരി ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്താണ് അറ്റ് എക്സ് ഈക്വൽ ടു എൽ. ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എലോങ് ദ ലെങ്ത് ഓഫ് ദ ഫിൻ ഹൗ മച്ച് ദ റേറ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് ഓഫ് ദ ഫിൻ. അതാണ് ഡി ടി ബൈ ഡി എക്സ്. ഈ ഡി ടി ബൈ ഡി എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു എൽ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്പിലെ ടെമ്പറേച്ചറിന് എന്ത് സംഭവിക്കുന്നു, വാട്ട് ഈസ് റേറ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഫിൻ. ഇതാണ് ചോദ്യം. എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദിസ് ടിപ്പ്? അഡയബാറ്റിക് ആണ് പറഞ്ഞു. അഡയബാറ്റിക് ആകുമ്പോൾ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ വേരിയേഷൻ അലോങ് ദ ലെങ്ത് സംഭവിക്കുന്നത്? അതിൽ കൂടെ ഹീറ്റ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ടെമ്പറേച്ചർ വേരിയേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഹീറ്റ് പുറത്തേക്ക് പോകാതെ പിടിച്ചു നിർത്തുകയാണ്, അല്ലെങ്കിൽ അവിടെ ഹീറ്റ് ഡിസിപ്പേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ വാട്ട് ഈസ് ഹാപ്പനിങ് വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ അറ്റ് ദിസ് ടിപ്പ്? നത്തിങ് ബട്ട് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡി ടി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എൽ? ഇറ്റ് വിൽ ബി വാട്ട് 0. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നില്ല, വാരി ചെയ്യുന്നില്ല. ടെമ്പറേച്ചർ വാരി ചെയ്യുന്നിട്ട് അവിടെ എന്നില്ല, ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ ഇല്ല. അപ്പോൾ ഫസ്റ്റ് നെഗ്ലിജിബിൾ ഹീറ്റ് ലോസ് ഫ്രം ദ ഫിൻ ടിപ്പ്, അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് ടിപ്പ്, അല്ലെങ്കിൽ അഡയബാറ്റിക് ഫിൻ ടിപ്പ്, ഇങ്ങനെ പല പേരിൽ നമുക്കറിയാം. ആ കേസിൽ ക്യൂ അറ്റ് ദ ഫിൻ ടിപ്പ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ അതിനെ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് ദ ഫിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡി തീറ്റ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എൽ. അവിടെ തീറ്റ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എനി പോർഷൻ ഓഫ് ദ ഫിൻ ആൻഡ് ദ ആംബിയൻ ടെമ്പറേച്ചർ.
അത് നിങ്ങൾ സിംപ്ലി ഡി ടി ബൈ ഡി എക്സ് എടുത്താലും മതി, കൺഫ്യൂഷൻ വേണ്ട, ഡി ടി ബൈ ഡി എക്സ് എടുത്താലും മതി. അറ്റ് എക്സ് ഈക്വൽ ടു എൽ വിൽ ബി വാട്ട്. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഡി ടി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എൽ വിൽ ബി വാട്ട്? 0. നോ ദ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ടെന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒരു കേസിൽ നമുക്ക് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് ഓഫ് ദ ഫിന്ന് കാണാനുള്ള ഫോർമുല ഇതാണ്. ഒരു ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ രീതിയിലാണ് മാറുക. ടി എക്സ് മൈനസ് ടി എൽ ടി ഇൻഫിനിറ്റി ബൈ ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി ഈക്വൽ ടു കോസ് എച്ച് എ ഇൻറ്റു എൽ മൈനസ് എക്സ് ബൈ കോസ് എച്ച് എ എൽ. എന്താണ് ടി എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിന്നിൻ്റെ ബേസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലെ ഒരു ടെമ്പറേച്ചറാണ് ടി ഓഫ് എക്സ്. വാട്ട് ഈസ് ടി ഇൻഫിനിറ്റി? ആംബിയൻ ടെമ്പറേച്ചർ. ഈ കേസിൽ നമ്മൾ ടി എ എന്ന് തന്നിരിക്കുന്ന വാല്യൂ ആണ് ടി ഇൻഫിനിറ്റി. ടി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിലെ ടെമ്പറേച്ചറാണ്. നമ്മൾ ഈ കേസിൽ ടി ഒ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജനറൽ ഫോർമുലയായിട്ട് എഴുതുന്നു മാത്രം. എക്സ് ഡിസ്റ്റൻസിലെ ടെമ്പറേച്ചർ ടി എക്സ്, ഔട്ട്സൈഡ് ആംബിയൻ ടെമ്പറേച്ചർ ടി ഇൻഫിനിറ്റി ആൻഡ് ബേസ് ടെമ്പറേച്ചർ ടി ബി ആണെങ്കിൽ ടി എക്സ് മൈനസ് ടി ഇൻഫിനിറ്റി ബൈ ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു കോസ് എച്ച് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഓഫ് എ ഇൻറ്റു എൽ മൈനസ് എക്സ്. എ എന്ന് വെച്ചാൽ എന്തായിരുന്നു? റൂട്ട് എച്ച് പി ബൈ കെ എ. root HP by K. P is the perimeter of cross section, A is the area of cross section, H is the ambient outside heat transfer coefficient, K is the thermal conductivity of the fin material into L minus X. L is the length of the fin. ആ ബേസ് മുതൽ ടിപ്പ് വരെയുള്ള ലെങ്ത് ആണ് എൽ. എക്സ് എന്ന് പറയുന്നത് ത്രെഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് ഫോർമുല. നൗ ഒരു ഇൻസുലേറ്റഡ് ടിപ്പ് കണ്ടീഷനിൽ സംഭവിക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കാണാനുള്ള ഫോർമുലയും പഠിക്കുക. റൂട്ട് എച്ച് പി കെ എ സി ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി ടാൻ എച്ച് എൽ. ഇതാണ് ഫോർമുല. റൂട്ട് എച്ച് പി ഇൻറ്റു കെ എ സി ആണ് കേട്ടോ, അല്ലെങ്കിൽ എച്ച് പി ബൈ കെ എ സി അല്ല. റൂട്ട് എച്ച് പി ഇൻറ്റു കെ എ സി. എ സി ഇസ് ദ ക്രോസ് സെക്ഷൻ ഏരിയ. ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി ടാൻ എച്ച് ഓഫ് എൽ. ഈ ഫോർമുലയാണ് എന്ത്? സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഫിൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അടുത്ത ചോദ്യം, പ്രൊവിഷൻ ഓഫ് ഫിൻസ് ഓൺ എ ഗിവൺ ഹീറ്റ് ട്രാൻസ്ഫർ സർഫസ് വിൽ ബി മോർ ഇഫ് ദർ ആർ. അപ്പോൾ ഇതും ഒരു ടിപ്പിക്കൽ ചോദ്യമാണ്. ഫിൻസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം? കുറച്ച് നമ്പർ ഓഫ് ഫിൻസ് ഹാവിങ് തിക്ക്, നല്ല തിക്നെസ് ഉള്ള കുറച്ച് നമ്പർ ഓഫ് ഫിൻസ് കൊടുത്താൽ മതിയോ? ഫ്യൂവർ നമ്പർ ഓഫ് ഫിൻസ് ഓഫ് തിൻ ഫിൻസ്, അതായത് തിക്നെസ് കുറഞ്ഞ കുറച്ച് നമ്പർ ഓഫ് ഫിൻസ് കൊടുത്താൽ മതിയോ? തിക്നെസ് കുറഞ്ഞ ലാർജ് നമ്പർ ഓഫ് ഫിൻസ് മതിയോ? അതോ തിക്നെസ് കൂടിയ ലാർജ് നമ്പർ ഓഫ് ഫിൻസ് വേണം? ഏതാണ് ഇതിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സംതിങ് കോൾഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഫിൻ. ഇഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇഫക്റ്റീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിന്ന് വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഇഫക്റ്റീവ്നെസ് വഴിയാണ്. അപ്പോൾ ഇഫക്റ്റീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിന്ന് വെച്ചപ്പോൾ എത്ര ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഉണ്ട്, ഫിൻ ഇല്ലാതെ എത്ര ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഉണ്ടായിരുന്നു. ഈ റേഷ്യോനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇഫക്റ്റീവ്നെസ് എന്ന് വിളിക്കുന്നത്. അതായത് ക്യൂ വിത്ത് ഫിൻ. ക്യൂ മീൻസ് ക്യൂ വിത്ത് ഫിൻ ഡിവൈഡഡ് ബൈ ക്യൂ വിത്തൗട്ട് ഫിൻ. ഇതാണെന്ത്? ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണോ ലെസ് ദാൻ 1 ആയിരിക്കണോ? ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. എന്ന് വെച്ചാൽ എന്താ? വിത്ത് ഫിൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ വിത്തൗട്ട് ഫിൻ. നമ്മൾ ഫിന്ന് വെക്കുന്നതിന് ഉദ്ദേശം തന്നെ എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഫിന്ന് വെക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിനേക്കാൾ കൂടിയിരിക്കണം എപ്പോഴും എന്ത്? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വിത്ത് ഫിൻ. ദെർഫോർ ഇഫക്റ്റീവ്നെസ് മസ്റ്റ് ബി വാട്ട്? ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഫിൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഇഫക്റ്റീവ്നെസ് ജനറലി ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫിന്ന് വെക്കുന്നതുകൊണ്ടുള്ളൊരു എക്കണോമി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉപകാരമുള്ളൂ. അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ഒന്നൊരു ഇൻഫിനിറ്റ്ലി ലോങ് ഫിന്നും പിന്നെ ഒരു ഇൻസുലേറ്റഡ് ടിപ്പ് കണ്ടീഷനും. ഈ 2 കേസിലും ഇഫക്റ്റീവ്നെസ് കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂട്ട് കെ പി ബൈ എച്ച് എ സി ആണെന്ത്? ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഇൻഫിനിറ്റ്ലി ലോങ് ഫിൻ. റൂട്ട് കെ പി ബൈ എച്ച് എ സി ഇൻറ്റു ടാൻ എച്ച് ഓഫ് എ എൽ ആണെന്ത്? ഇൻസുലേറ്റഡ് ടിപ്പ് കണ്ടീഷനിലെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഫോർമുല അഡീഷണലി പറഞ്ഞു മാത്രം. ഈ 2 ഫോർമുല നോക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണലാണ്? പി ബൈ കെ എ സി. പി ബൈ, ഇത് രണ്ടാണ് ജോമെട്രിക് പാരാമീറ്റർ അല്ലെ, പെരിമീറ്ററും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും. ആ 2 ജോമെട്രിക് പാരാമീറ്ററിനെ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കെയും എച്ചും എന്ന് പറയുന്നത് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആണ്. അതവിടെ നിൽക്കട്ടെ. നമുക്കിവിടെ നോക്കാം, എച്ച് പെർഫെക്റ്റ്ലി ഒരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടി അല്ല, എന്നാൽ പോലും നമുക്ക് അത് ഫിന്നിൻ്റെ ക്രോസ് സെക്ഷനുമായിട്ടൊന്നും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് വിൽ ബി മോർ വെൻ ദിസ് റേഷ്യോ പി ബൈ എ സി മോർ. എന്തുകൊണ്ടാണ് മോർ ആവാൻ കാരണം? എപ്പോഴും നമുക്ക് ഇഫക്റ്റീവ്നെസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം
നല്ലതാണ് ഫിന്ന് വയ്ക്കുന്നതുകൊണ്ട് അല്ലേ. അപ്പോൾ ഫിൻ ഇഫക്റ്റീവ്നെസ് ഈസ് മോർ വെൻ P/AC ഈസ് മോർ. ഈ P/AC മോർ ആണെങ്കിൽ നമുക്ക് AC എന്ന് പറയുന്ന ആൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കണം, കുറവായിരിക്കണം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞിരിക്കണം. അതായത് ഫിന്നിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞിരിക്കണം. ഫിന്നിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫിൻസാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, തിൻ ഫിൻസിലേക്ക് വേണം പോകാനായിട്ട്. തിൻ ഫിൻസ്, ഓക്കെ, തിൻ ഫിൻസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഫ്യൂവർ നമ്പറേ കൊടുക്കുന്നുള്ളെങ്കിലോ അവിടെയും അഡ്വാൻറ്റേജ് ഇല്ല. കാരണം അപ്പോൾ ഇഫക്റ്റീവ് സർഫസ് ഏരിയ എനിക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ലാർജ് നമ്പർ ഓഫ് തിൻ ഫിൻസ് കൊടുക്കാം. ലാർജ് നമ്പർ ഓഫ് തിൻ ഫിൻസ് കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ പറഞ്ഞ ഇഫക്റ്റീവ്നെസ് കൂടുതൽ കിട്ടുക. ഇനി ഞാൻ ഈ ലാർജ് നമ്പർ വയ്ക്കും തോറും ഇതിനിടയിലുള്ള ഗ്യാപ്പ് കുറയും. അപ്പോൾ നമുക്ക് ആ നമ്പറിനും ഒരു പരിധിയുണ്ട്. വല്ലാതെ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഒരാളിൽ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ പെട്ടെന്ന് അടുത്ത ആളിലേക്ക് എത്തും. അതിൻ്റെ ഇടയിൽ ഒരു സഫീഷ്യൻറ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നല്ലപോലെ ഡിസിപ്പേഷൻ നടക്കുള്ളൂ. അപ്പോൾ വല്ലാതെ ക്ലോസ് ആവാനും പാടില്ല. അപ്പോൾ ഒരു ലാർജ് നമ്പർ, ദർ ഇസ് സർട്ടൻ കാൽക്കുലേഷൻ, ആ ലാർജ് നമ്പറിലുള്ള ഒരു തിൻ ഫിൻസ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ലാർജ് നമ്പർ ഓഫ് തിൻ ഫിൻസ് ആർ മോസ്റ്റ് പ്രിഫേർഡ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements pertaining to heat transfer through fins. Fins are equally effective irrespective of whether they are on the hot or cold side of the fluid. The temperature along the fin is variable and hence the rate of heat transfer varies along the elements of the fin. The fins may be made of materials that have a higher thermal conductivity than the material of the wall. Fins must be arranged at right angles to the direction of flow of the working fluid. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. ഫിൻസ് ആർ ഈക്വലി ഇഫക്റ്റീവ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ ആർ ഓൺ ദ ഹോട്ട് ആൻഡ് കോൾഡ് സൈഡ് ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഇഫക്റ്റീവ്നെസ് അല്ലേ, ഫിന്നിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ പറ്റിയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇഫക്റ്റീവ്നെസ് ഞാനൊരു എക്സാമ്പിളായിട്ട് ഇൻഫിനിറ്റ്ലി ലോങ് ഫിന്നിൻ്റെ ഫോർമുല എടുത്തിരിക്കുന്നു മാത്രം, Kp/HAC. അപ്പോൾ ഒരു ഫിന്നിനെ തന്നെ ഒരു കോൾഡ് ഫ്ലൂയിഡിൻ്റെ സൈഡിലും വെച്ചു, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ സൈഡിലും വെച്ചു. ഏതായിരിക്കും മോർ ഇഫക്റ്റീവ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ജോമെട്രിക്കൽ പാരാമീറ്ററിന് യാതൊരു മാറ്റമില്ല. കാരണം ഞാൻ ഒരേ ഫിന്നിനെ തന്നെയാണ് എടുത്ത് മാറ്റുന്നത്. ഫിന്നിൻ്റെ മെറ്റീരിയലിന് മാറ്റില്ല. അപ്പോൾ നോക്കൂ, ഈ H എന്ന് പറയുന്ന പാരാമീറ്റർ ഹോട്ട് സൈഡ് കോൾഡ് സൈഡിലും ഡിഫറൻ്റ് ആയിരിക്കും. ദെയർഫോർ ഇഫക്റ്റീവ്നെസ് ഓഫ് ഹോട്ട് സൈഡ് വിൽ നോട്ട് ബി ഈക്വൽ ടു ഇഫക്റ്റീവ്നെസ് ഓൺ കോൾഡ് സൈഡ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഹോട്ട് സൈഡിൽ ഫിന്ന് വയ്ക്കുന്നതും കോൾഡ് സൈഡിൽ ഫിന്ന് വയ്ക്കുന്നതും രണ്ടും ഡിഫറൻറ്റ് ഇഫക്റ്റീവ്നെസ് ആണ് തരിക. ഒരേ ഫിന്നിനെ തന്നെ ഒരേ ഫിന്നിനെ തന്നെ ഹോട്ടിലും കോൾഡിലും വയ്ക്കുന്നത് ഡിഫറൻറ്റ് ഇഫക്റ്റീവ്നെസ് ആണ് തരിക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ, ഈക്വലി ഇഫക്റ്റീവ് ആണോ രണ്ട് സൈഡിലും? അല്ല. ദെയർഫോർ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എയോ അല്ല സിയോ അല്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. The temperature along the fin is variable and hence the rate of heat transfer varies along the elements of the fin. നോക്കൂ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സർഫസിലേക്ക് നമ്മളൊരു ഫിന്ന് വെക്കുന്ന സമയത്ത് ഈ ഫിന്നിൻ്റെ എൻ്റയർ സർഫസിൽ കൂടെ ഹീറ്റ് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ, എലോങ് ദ ലെങ്ത് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ അതിൽ കൂടെ പാസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ സർഫസിൽ കൂടെ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വാരീസ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ഫിൻ. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിൻസ് മേ ബി മെയ്ഡ് ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് ഹയർ തെർമൽ കണ്ടക്ടിവിറ്റി ദാൻ ദ മെറ്റീരിയൽ ഓഫ് ദ വോൾ. ഒബിയസ്ലി കറക്റ്റ് അല്ലേ? നോക്കൂ, ഈ മെറ്റീരിയൽ ഓഫ് ദ വോൾ എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ ഏതിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ സർഫസ് ആണ്. അപ്പോൾ ഫിൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഹീറ്റ് കണ്ടക്ട് ചെയ്ത് പുറത്തേക്ക് കളയേണ്ട ആളാണ്. അയാൾ ഹീറ്റിൻ്റെ ഫ്ലോയ്ക്ക് മിനിമം റെസിസ്റ്റൻസ് ആയിരിക്കണം ഓഫർ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എന്താ, മാക്സിമം കണ്ടക്ഷൻ. അപ്പോൾ മാക്സിമം തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരാൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ സാധാരണഗതിയിൽ ഫിൻസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ മെറ്റീരിയൽ, അതായത് ഈ വോളിൻ്റെ അതേ മെറ്റീരിയൽ ആയിരിക്കണമെന്നില്ല. മെഷീനറിയുടെ സർഫസ്, നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സർഫസിന് അതേ മെറ്റീരിയൽ ഒന്നും ആയിരിക്കണമെന്നില്ല. നമ്മൾ സിംപ്ലി അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു സർഫസാണ്, അല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക, എന്തെങ്കിലും ജോയിനിങ് മെത്തേഡ് വഴി അതിലേക്ക് പിടിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് ഞാൻ ഫിന്ന് നിർമ്മിക്കുകയാണെങ്കിൽ കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പോസിബിൾ ആവുകയും നല്ല ഇഫക്റ്റീവ്നെസ് എനിക്ക് കിട്ടുകയും ചെയ്യുന്നു. ദെയർഫോർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. Fins must be arranged at right angles to the direction of flow of the working fluid. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ആ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഡയറക്ഷൻ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് അറിയിക്കുക, അല്ലെങ്കിൽ ഈ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷനുമായിട്ട് യാതൊരു ബന്ധമില്ല. ദെയർഫോർ ദിസ് ഹാസ് നോ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ആൻസർ ഏതാ വരിക? 2 and 3 ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റായിട്ട് നമുക്ക് വരിക. ദെയർഫോർ ആൻസർ ഈസ് ഡി. ഇതാണ് നമുക്ക്
ഇത്രയും ക്വസ്റ്റനാണ് നമുക്കൊരു സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രാക്ടീസായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു. Get the best education with Amaze Academy and make your AE Civil SSC JE dreams come true. Download the app now.